അടുത്ത വീടൊക്കെ ക്യാപ്ഷട്ടാ കൊടുക്കണേ. പ്രസംഗത്തിൽ പറയുമ്പോൾ ലീഗിലെ മുഴുവൻ ഇത്രയും കാലം വോട്ട് നേടിക്കൊണ്ടിരുന്നത്. ആവേശം വരില്ല, ഉന്മേഷം വരില്ല. കാരണം ലീഗിനെ ഒന്നും പറഞ്ഞില്ല എന്ന് പരിപ്പവും പറയും. അവിടെ വരാത്ത അറിയില്ല. എന്നിട്ടും എങ്ങനെയാണ് UDF കേരളത്തിൽ 5 ആണ്ടുകൾ കഴിയുമ്പോൾ ജയിച്ചുകൊണ്ടിരുന്നത്? UDFന് രാഷ്ട്രീയ വിശുദ്ധിയുണ്ടോ? UDF അധികാരത്തിൽ വന്നാൽ പണം കൊടുത്താൽ എന്തും നടക്കുമെന്ന് നാട്ടാർക്ക് നന്നായി അറിയാവുന്ന കാര്യവുമാണ്. അഴിമതിയാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുഖമുദ്ര. എന്നിട്ടും ലീഗും കോൺഗ്രസും ജയിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമേ ഉള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റു ചിലർ ലീഗിനും കോൺഗ്രസിനും വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. അവരെടുക്കുന്ന പണിയുടെ നോക്കുകൂലി വാങ്ങലാണ് കേരളത്തിൽ UDF ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏഷ്യാനെറ്റും മനോരമയും കേരളത്തിലെ കുത്തക മാധ്യമങ്ങളുമായിരുന്നു. അവർ പണിയെടുക്കും, UDF നോക്കുകൂലി വാങ്ങും. ഒരു പണിയെടുത്തില്ലെങ്കിലും മേലടക്കില്ലെങ്കിലും ഒരു ഗുണമില്ലെങ്കിലും ഒരു കാഴ്ചപ്പാടുമില്ലെങ്കിലും ഒരു വാഗ്ദാനവുമില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു
ഒന്നും ചെയ്തില്ല എങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വട്ടപൂജ്യമായി നിൽക്കുമ്പോഴും UDF അഞ്ചാണ്ട് കഴിയുമ്പോൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കാൻ പണിയെടുത്തത് UDF ആയിരുന്നില്ല. പണിയെടുത്തത് UDFന്റെ മേന്മ കൊണ്ടായിരുന്നില്ല. മാധ്യമങ്ങളുടെ സ്വാധീനവും മാധ്യമങ്ങളുടെ പണിയും ഉണ്ടായിരുന്നു. വിമോചന സമര കാലം മുതൽ മലയാളികളുടെ മനസ്സിൽ വല്ലാതെ രൂഢമൂലമായ ഒരു ചിന്തയുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ മതന്യൂനപക്ഷക്കാർക്ക് ചേർന്ന് പോകാൻ കഴിയുന്നതല്ല ഇടതുപക്ഷമെന്നായിരുന്നു. മുസ്ലിമാണോ ധീരാണോ? ചേർന്ന് പോകാനാകില്ല ഇടതുപക്ഷത്തോട്. കമ്മ്യൂണിസ്റ്റുകാർ മതവിരുദ്ധരാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയിൽ എത്രയോ ഘട്ടങ്ങളിലാണ് ഈ ചോദ്യവും ഈ പ്രശ്നവും വ്യക്തിപരമായി ഞാൻ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ആ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ കത്തിക്കയറിയ കമ്മ്യൂണിസ്റ്റോഫോബിയ, ഇടതുപക്ഷ വിരുദ്ധത. ഇടതുപക്ഷം എന്നാൽ ചേർന്ന് പോകാനാകില്ല. 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വിമോചന സമരം ഉൽപ്പാദിപ്പിച്ചതായിരുന്നു അത്. വിമോചന സമരം ഇന്ധനം പകർന്ന ചിന്തയായിരുന്നു. എത്ര തലമുറകൾ കടന്നുപോയി. അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ കുത്താൻ കഴിയില്ല. ചെങ്കൊടി കണ്ടാൽ ഒരു ശങ്കയാണ്. ദീനായ എനിക്കും കത്തോലിക്കക്കാരനായ എനിക്കും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റായി മാറാനാവുക? ഇവരോട് യോജിക്കാനാവുക? രൂഢമൂലമായിരുന്ന ഈ ചിന്തയിലെ ബലത്തിലാണ് UDFും മുസ്ലിം ലീഗും ഇത്രയും കാലം നോക്കുകൂലി വാങ്ങിക്കൊണ്ടിരുന്നത്. എന്തു ചെയ്താലും ഈ വോട്ടുകൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. UDF കുഴപ്പമായിരിക്കാം, ലീഗ് കുഴപ്പമായിരിക്കാം, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വോട്ടാർക്കാ? പിന്നെ UDFിനെ ചെയ്യാൻ പറ്റും. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടകൊത്തലങ്ങളിൽ ലീഗ് നോക്കൂ. UDFിന്റെ കോട്ടകൊത്തലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? കേരളത്തിൽ തുടർഭരണം അസാധ്യമാക്കിയത് ഈ ഘടകമാണ്. ഞാൻ ഈ പറഞ്ഞ 2 ഘടകങ്ങളും മാത്രമാണ്. പക്ഷേ അനുഭവ പരിസരത്തിൽ നിന്ന് കേരളം മാറി ചിന്തിച്ചു തുടങ്ങുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല. 2011 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുമ്പോഴും നാമമാത്രമായ സീറ്റുകൾക്കും വോട്ടുകൾക്കുമാണ് പരാജയപ്പെടുന്നത്. പലയിടങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി. 2016 സഖാവ് പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നതോ ചെറിയ നാമമാത്രമായ മാർജിനിലല്ല, ഒരു തമ്പിങ് മെജോറിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൃത്യമായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിയുന്നു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുപ്പിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം വിജയിക്കുന്നു. നോക്കൂ, മലപ്പുറത്ത് ബൈ ഇലക്ഷനിൽ ലോക്സഭയിൽ ഞങ്ങൾ പരാജയപ്പെടുമ്പോഴും ഇടതുപക്ഷത്തിന്റെ വോട്ട് വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് കാണാം. വേങ്ങര മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ ഞങ്ങൾ പരാജയപ്പെടുമ്പോഴും ഇടതുപക്ഷത്തിന്റെ വോട്ട് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങ് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ നാട്ടിൽ കൈപ്പത്തി ചിഹ്നത്തിനല്ലാതെ വോട്ട് ചെയ്യാൻ മടിച്ചു നിന്നിരുന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു. മണ്ഡലത്തിന്റെ പേര് വട്ടിയൂർക്കാവെന്നായിരുന്നു. ആ വട്ടിയൂർക്കാവിന്റെ മണ്ണിൽ ഒരു ചെറിയ ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐയുടെ നേതാവ് സഖാവ് VK പ്രസാദ് ഇന്ന് MLA ആയി കേരള നിയമസഭയിലിരിക്കുന്നത് കേരളത്തിന്റെ പൊതുമനസ്സിനെ രൂപപ്പെടുത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ കോട്ടകൊത്തളങ്ങൾ ഉടഞ്ഞു വീണ്ടതിന്റെ ലക്ഷണവുമായിട്ടായിരുന്നു. എങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും? നല്ലത് കണ്ടാലും ഇതിലോട്ടങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു നിന്നിരുന്ന ജനവിഭാഗം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി ചിന്തിക്കുന്നതിന്റെ ലക്ഷണമാണ്. പാല എങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം വന്നു? ജോസ് കെ മാണി വിഭാഗം ഞങ്ങളോടൊപ്പം വരുന്നതിന് മുൻപാണ് പാലായിലെ ബൈ ഇലക്ഷൻ. ആ പാല മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇടതുപക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന സ്ഥലമല്ല. നോക്കൂ, ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലെ കോന്നിയിൽ കോൺഗ്രസിന്റെ കോട്ട ഇടിച്ചു തകർത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് KU ജനീഷ് കുമാർ എന്ന ചെറുപ്പക്കാരൻ കേരള നിയമസഭയിലേക്ക് ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ വിജയിച്ച് കയറിയത് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ആ ഘട്ടത്തിൽ നടന്ന ബൈ ഇലക്ഷനാണ്. അരൂർ ഇടതുപക്ഷം പരാജയപ്പെടുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് മനോജ് പുളയ്ക്കൽ പക്ഷേ നാമമാത്രമായ വോട്ടിനാണ് പരാജയപ്പെടുന്നത്.
ആ തിരഞ്ഞെടുപ്പിലാണ് കൊച്ചിയിൽ എറണാകുളം മണ്ഡലത്തിൽ UDF വിജയിക്കുന്നു. ചെറിയ വോട്ടിനാണ്. പരമ്പരാഗതമായി വലതുപക്ഷത്തിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എറണാകുളം നഗരമധ്യത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് പഴയതിന്റെ അത്ര ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരാനാകുന്നില്ല. പഴയതിലേക്ക് എത്താനേ കഴിയുന്നില്ല. എന്തുകൊണ്ടത് സാധിക്കുന്നു? കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ചിത്രമാണ് കാണാനാകുന്നത്. കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ പരിസരമാണ് മാറുന്നത്. പൂർണ്ണമായി അവസാനിക്കുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ മുന്നേറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷത്തിന്റെ നോക്കുകൂലി വാങ്ങലാണ്. ന്യൂനപക്ഷമാണ് ഞങ്ങോട്ട് ചെയ്തോളൂ. ലീഗ് മലപ്പുറത്തിന്റെ മണ്ണിനെ പഠിപ്പിച്ചത് രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് മതത്തെ കാണിച്ച് ഭീഷണിപ്പെടുത്തലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു ചങ്ങാതി പ്രസംഗിക്കുകയാണ്, ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റോ. അവിടെ ഇവിടെ തോറ്റുപോലും ലീഗ്. അതിന് പറയാണ് മൈക്ക് കെട്ടിട്ട്, മഹിഷറ മൈതാനിയിൽ വോട്ട് നിങ്ങൾ പോയി മറുപടി പറയേണ്ടി വരും. ഏത് മഹിഷറ മൈതാനിയിലെ? എന്റെ നാട്ടിലെല്ലാം ഇസ്ലാം കാര്യം പഠിപ്പിക്കും. ദർസിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6. മലബാറിലേക്ക് പഠിപ്പിച്ചു ഇസ്ലാം കാര്യം 5 മക്കളെ 6. ഏതാണത്? കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. അത് ഫറദാണ്, സുന്നത്തല്ല, നിർബന്ധമായിട്ട് ചെയ്യണം. കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്തേക്കണം. കാരണം കോണി ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള കോണിയാണ് കേട്ടോ. ഏത് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കോണി? ലീഗും ഇസ്ലാമുമായി നിങ്ങൾ കൂട്ടിക്കെട്ടി. ലീഗിന് വോട്ട് ചെയ്യുകയും ലീഗിൽ പ്രവർത്തിക്കുകയും ലീഗിനെ പിന്തുടരുകയും ചെയ്യുന്നത് മതപരമായ ഒരു കടമയാണെന്ന് നിങ്ങൾ ഈ മണ്ണിനെ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇടതുപക്ഷ വിരുദ്ധതയിലൂന്നിയതുകൊണ്ടാണ്. ഇടതുപക്ഷത്തേക്ക് പോകാനാകില്ല എന്ന ഒരു അന്ധമായ ഒരു വിശ്വാസം രൂപപ്പെടുത്തി അതിന് വിമോചന സമരത്തിന് ചരിത്രപരമായ ഒരു പങ്കു നിർവഹിക്കാനുണ്ടായിരുന്നുവെന്ന് ചരിത്ര പാഠപുസ്തകങ്ങൾ തിരയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഇടതുപക്ഷ വിരുദ്ധത ഉണ്ടാക്കുകയായിരുന്നു. അതിലേക്ക് നോക്കാനേ പാടില്ല, അങ്ങോട്ട് പോകാനേ പാടില്ല. അപ്പൊ പിന്നെ ഏതാണ്? അപ്പൊ പിന്നെ ഇവിടെ തന്നെ നിന്നോളാനാണ്. ഇവിടെ തന്നെ നിന്നാൽ നിനക്ക് പടച്ചോന്റെ കൂലി കിട്ടും. ഇതാണ് നരേഷൻ. ഉമ്മ പെങ്ങന്മാരെല്ലാം കരുതി പടച്ചോനെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള കോണിയാണെങ്കിൽ ബിസ്മീൻ ചൊല്ലിയല്ലേ കോണി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കോണി ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള കോണിയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഈ കോണി ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള കോണിയല്ല, ഐസ്ക്രീം പാർലറിലേക്കും പാലാരിവട്ടം പാലത്തിലേക്കുമുള്ള കോണിയാണെന്ന് കാലം കഴിഞ്ഞപ്പോൾ നാട് തിരിച്ചറിയുകയായിരുന്നു. ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ പാടില്ല പോലും. മുസ്ലിം ലീഗിനെതിരെ വിമർശിച്ചാൽ അത് ഇസ്ലാമോഫോബിയാണെന്ന് പറയും. ഇപ്പോഴതാണ് പുതിയ പരിചയം. ജമാഅത്തെ ഇസ്ലാമിയെതിരെ പറയാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ കണ്ടോ പിണറായി ഇസ്ലാമോഫോബിയക്കാരനാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും ലീഗിന്റെയും സർട്ടിഫിക്കറ്റ് വേണമോ? പിണറായി വിജയൻ എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് വേണോ? എന്നാ ഈ ജമാഅത്തെ ഇസ്ലാമി റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്? ഈ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ലീഗ് കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ ലീഗിന്റെ സംഭാവന പറയാമോ? ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് RSS അടക്കി ഭരിക്കുന്ന സ്ഥലങ്ങളിലും RSSന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന അതേ കാലയളവിലോ അതിനേക്കാൾ മുൻപേ തന്നെ കേരളത്തിൽ RSSന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ONV ഗ്രൂപ്പ് അനുസ്മരിക്കുന്നുണ്ട്. RSSന്റെ സ്ഥാപകൻ തിരുവനന്തപുരം നഗരത്തിൽ അന്ന് പ്രസംഗിക്കുകയാണ്. ഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുൻപ് RSSന്റെ ശാഖ അന്നേ ഉണ്ട്. ONV അനുസ്മരിക്കുന്നുണ്ട്. 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ട ആ വിവരമറിഞ്ഞ് വേദനയോടെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ വഴിയരികിൽ RSSന്റെ ശാഖാ സ്ഥലത്ത് മധുരം വിളമ്പുന്ന RSSകാരെ കുറിച്ച് അന്ന് സംസാരിക്കുന്നുണ്ട്. രാജ്യമാകെ അന്ന് RSS മധുരം വിളമ്പി ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ.
ഗാന്ധിയെ കൊന്നിട്ട് മധുരം കൂടി വിളമ്പിയ ഒരു RSS. അന്നേ ഉണ്ട് കേരളത്തിൽ RSS. ഞാൻ ചോദിക്കുന്നു ഈ നല്ല നാടിനോട്, ആ RSS ഈ രാജ്യമാകെ കീഴടക്കുമ്പോഴും ഈ കേരളത്തിലെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ മനസ്സിലേക്ക് RSS കടന്നു വരാതെ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തി RSS എന്ന അപകടത്തെ കേരളത്തിന്റെ 4 അതിരുകൾക്ക് പുറത്ത് മാറ്റി നിർത്തിയതിന്റെ പിന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ എതിരാളികൾ പോലും സമ്മതിച്ചു തരും ഇടതുപക്ഷത്തിന്റെ സംഭാവന. ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷമില്ലാതിരുന്നെങ്കിൽ കേരളം എന്നേ RSSന്റെ ഗുജറാത്തും RSSന്റെ ഉത്തർപ്രദേശുമായി മാറിയനെ. അതിലെവിടെയാണോ നയാ പൈസയുടെ സംഭാവന ലീഗ് ചെയ്തത്? ഒന്ന് പറ. RSSനെ ചെറുക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും നിലപാടെടുത്തോ? അങ്ങനെ നിലപാടെടുക്കാനുള്ള ത്രാണിയുണ്ടോ ലീഗ്? നിനക്ക് ഉണ്ടോ? നീ കൂട്ടിയാക്കൂടോ? ഈ RSSനെതിരെ നീ കൂട്ടിയാക്കൂടോ? ജമാഅത്തെ ഇസ്ലാമി കൂട്ടിയാക്കൂടോ? പോപ്പുലർ ഫ്രണ്ട് കൂട്ടിയാക്കൂടോ? ഞങ്ങൾ ചോദിക്കാം. വഴിയരികിലൂടെ കടന്നു പോകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട്. ആ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന പേരുകാർ പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമെല്ലാം ഉണ്ടായിരുന്നിട്ടും യൗവനത്തിന്റെ വസന്തത്തിൽ വെട്ടിയേറ്റു വീണവരാണ്, പൊരുതി വീണവരാണ്, രക്തസാക്ഷിത്വം വരിച്ചവരാണ്. ആരാണ് ഞങ്ങളുടെ ഏറ്റവും അധികം സഖാക്കളെ കൊന്നുകളഞ്ഞത്? RSS ആയിരുന്നില്ലേ? RSSന്റെ BJPയുടെ ആദ്യത്തെ ബലിദാനി എന്ന് കേരളത്തിൽ വിശേഷിപ്പിക്കുന്ന ആളാരാണെന്ന് അറിയുമോ? വാടിക്കൽ രാമകൃഷ്ണനാണ്. വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വാടിക്കൽ രാമകൃഷ്ണനാണ് RSSന്റെ ആദ്യത്തെ ബലിദാനി. ആ സംഭവവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്ത ഏതാണ്ട് ഇങ്ങനെയാണ്: തലശ്ശേരി സ്കൂളിൽ SSLC പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സെക്രട്ടറി ബാലകൃഷ്ണനെ ഒരു കൂട്ടം ആളുകൾ, RSS നേതാക്കൾ വളഞ്ഞിട്ട് തല്ലുന്നു. ബാലകൃഷ്ണൻ SSLC വിദ്യാർത്ഥി, 10ാം തരം വിദ്യാർത്ഥി, ഇന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായ പരിക്കുകളോടെ. ഈ ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത RSS നേതാവ് വാടിക്കൽ രാമകൃഷ്ണനെ അല്പം അകലെയിട്ട് വേറെ ഒരു സംഘം ആക്രമിച്ചു. ഇതിന്റെ കൗണ്ടറാണ്. അതിൽ പരിക്കേറ്റ വാടിക്കൽ രാമകൃഷ്ണൻ ചികിത്സയിലാണ്. കുറെ ദിവസം കഴിഞ്ഞ് അതേ മാതൃഭൂമി എഴുതി, ആ വാടിക്കൽ രാമകൃഷ്ണൻ മരണപ്പെട്ടു. അതാണ് RSSന്റെ ആദ്യത്തെ ബലിദാനി. ആ 10ാം ക്ലാസ്സുകാരൻ ബാലകൃഷ്ണൻ അറിയോ നിങ്ങൾക്ക്? ആ 10ാം ക്ലാസ്സുകാരൻ ബാലകൃഷ്ണനാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഇന്ന് കാണുന്ന പിണറായിയും, ഇന്ന് കാണുന്ന കോടിയേരിയും, ഇന്ന് കാണുന്ന P ജയരാജനും, ഇന്ന് കാണുന്ന EP ജയരാജനുമല്ല. ഇതുപോലെ ഒരുപാട് പിണറായിമാരും, ഒരുപാട് EP ജയരാജന്മാരും, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് കാണുന്ന നേതാക്കൾക്ക് തുല്യമായ ഒരുപാട് പേർ ഇന്ന് ബലികുടീരങ്ങളായി നിൽപ്പുണ്ട്. ഇവരുമൊക്കെ അങ്ങനെ ആകേണ്ടവരായിരുന്നു. ആകാതെ അവർ മുൻപോട്ട് വന്നു. മരണത്തിന്റെ നടുവിലൂടെ കടന്നു വന്നവരല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിൽ കേരളത്തിന്റെ കലാലയങ്ങളിൽ പൊരുതി വീണ് മരിച്ച മനുഷ്യർ, കേരളത്തിന്റെ തെരുവീഥങ്ങളിൽ പൊരുതി വീണ് മരിച്ച DYFI പ്രവർത്തകർ, എവിടെയായിരുന്നു ലീഗ്? നിങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും ഗാലറിയിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലും മതം പറഞ്ഞും കിതാബ് കാണിച്ചും ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ അധികാരത്തിൽ വന്നു, നിങ്ങൾ കട്ടുകൊണ്ടിരുന്നു, നിങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു ഈ നാടിനെ. അപ്പോഴും ഈ നാടിന്റെ മണ്ണിൽ വിശ്രമരഹിതമായ പ്രവർത്തനത്തിൽ മുഴുകിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം. ഒരു ചെറിയ ചെറുപ്പക്കാരൻ DYFIയുടെ സാധാരണ പ്രവർത്തകൻ പോലും, അംഗം പോലും. നോക്കൂ നിങ്ങൾ, ഈ നാടിനെ മതനിരപേക്ഷതയുടെ ബാലപാഠം പഠിപ്പിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾ മാത്രമാണ്. എവിടെയായിരുന്നു കോൺഗ്രസ്? എവിടെയായിരുന്നു ലീഗ്? ആ ലീഗ് എന്ന് പറയാണ് കാശ്മീരിനും കന്യാകുമാരിക്കും ഇടയിൽ ഇന്ന് നിർഭയമായി സംസാരിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്, ഈ നാടാണ്. എവിടെയാണ് ലീഗ്? ലീഗിന്റെ സംഭാവന എന്താണ്? ആ ലീഗ് എല്ലാവരും കൂടെ പറഞ്ഞു, ഇതാ കഴിഞ്ഞു, ഞങ്ങൾ പോവാണ്. എവിടേക്ക് പോകുന്നു? ഞങ്ങൾ പോവാണ്.
ഫാസത്തെ നേരിടാൻ പോവാണ്. ഇവിടെ എല്ലാം യുദ്ധവും കഴിഞ്ഞു, ഇനി ഫാസത്തെ നേരിടാൻ പോവാണ്. ആര്? കുഞ്ഞാപ്പ. ഇവിടെ നിന്ന് ലീഗ് യാത്രയാക്കി കുഞ്ഞാപ്പ പോകുന്നു. ആ അഷ്റഫ് പച്ചപ്പടയും കൂട്ടരും പച്ചപ്പട ഗ്രൂപ്പിനും ഭയങ്കര നൃത്തം കളി, അല്ല ഒപ്പന കളി, മാപ്പിളപ്പാട്ട്, കുഞ്ഞാപ്പാക്ക് വേണ്ടി പാട്ട്. കുഞ്ഞാപ്പ ഫാസത്തെ നേരിടാൻ പോവാണ്. അമ്പും വില്ലെല്ലാം അവിടെ നിന്ന് കൊടുത്തോട്ടു ഫാസത്തെ നേരിടാൻ പോയ കുഞ്ഞാപ്പ ഇപ്പതാ തിരിച്ചു വരുന്നു പോലും. ഫാസത്തിനെതിരെ പോയതാ കുഞ്ഞാപ്പ, ഫാസത്തിനെതിരെ പോയതാ. ഫാസം എന്താന്ന് കുഞ്ഞാപ്പാക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. കുഞ്ഞാപ്പാക്ക് ഫാസം എന്താന്ന് അറിയാക്കില്ല, നേരിടാൻ പോളൂ. എന്തായി ഫാസിസം? കുഞ്ഞാലിക്കുട്ടിക്ക് RSS അറിയുമോ? RSSന്റെ പ്രത്യേക ശാസ്ത്രം അറിയുമോ? കുഞ്ഞാലിക്കുട്ടി പോയിന്നാ ഒരു മണ്ണാങ്കട്ടയ്ക്കല്ല പോയത് അധികാരത്തിന്റെ മണം പിടിച്ചു പോയതാണ്. മീനിരിക്കുന്നു എന്ന് കണ്ടാൽ മത്സ്യത്തിന്റെ ഒരു കഷണം ഇരിക്കുന്നിടത്ത് ഒരു പൂച്ച മണം പിടിച്ചു പോകുന്നത് പോലെ ഇവിടെ നിന്നൊരു കണ്ടം പൂച്ച ഇവിടെ നിന്ന് വിമാനം പിടിച്ചു പോയി. അവിടെ UP വരൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. എടാ, ആ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാല് ക്യാബിനറ്റ് റാക്കുള്ള മന്ത്രി കുഞ്ഞാലിക്കുട്ടി എത്ര ദിവസം മനോഹരമായി സ്വപ്നം കണ്ടിട്ടാണ് പാണ്ടിക്കടവത്ത് വീട്ടിൽ കിടന്ന്. ആലോചിച്ചു. നമ്മുടെ സിനിമയില് നമ്മുടെ ശ്രീനിവാസനും മോഹൻലാലും സ്വപ്നം കണ്ടതുപോലെ എന്താ ദാസ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാത്തെ. അന്ന് പോയി, ഇപ്പൊ കിട്ടും. അവിടെ ചെന്നപ്പോ രാഹുൽ ഗാന്ധി കഥവ് കൂട്ടിയിട്ട് അകത്തിരിക്കുക, എല്ലാം പോയി, ഒന്നുമില്ല. അവിടെ ചെന്നപ്പോ ക്യാബിനറ്റ് റാങ്ക് മന്ത്രി പദവി പോയിട്ട് ഒരു മട്ടൻ ബിരിയാണി വാങ്ങിത്തരാൻ പോലും ഒരാൾ അവിടെ ഇല്ല, ആരുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെന്താണ്? അപ്പൊ പിന്നെ മണം പിടിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇവിടത്തെ ഒരു ആചാരം ഉണ്ടല്ലോ. എന്താ ആചാരം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോക്കുകൂലി വാങ്ങൽ. ഓരോ 5 വർഷം കഴിയുമ്പോഴും ഒരു പണിയെടുത്തില്ലെങ്കിലും UDF അധികാരത്തിൽ വരും. അല്പസ്വല്പം മതം പറയണം, ജാതി പറയണം. പിന്നെ മുസ്ലിങ്ങളാരും കമ്മ്യൂണിസ്റ്റുകൾക്ക് കൂടുതൽ ഒരു വോട്ടേയില്ല. പിന്നെയാണെങ്കിൽ ഞങ്ങൾ എടുക്കേണ്ട പണിയല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്തോളും, ഞങ്ങൾ വന്ന് നോക്കൂലി വാങ്ങിയാൽ മതി. അങ്ങനെ നോക്കൂലി വാങ്ങാൻ വേണ്ടി അവിടെ നിന്ന് മണം പിടിച്ചിട്ട് കണ്ടം പൂച്ച ഇങ്ങോട്ട് വരികയാണ്. ഏത് വടിയും കുത്തി പിടിച്ച് വരികയാണ്. ഇവിടെ വീണ്ടും മന്ത്രിയാവണം, വേണ്ടി വന്നാലും മുഖ്യമന്ത്രിയാവണം. ഇങ്ങോട്ട് വരികയാണ്, ഇവിടെ വരികയാണ്. DYFI ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ സ്വാഗതം ചെയ്യുകയാണ് ആത്മാർത്ഥമായി. പ്രതിപക്ഷത്തിന്റെ നേതൃനിരയിൽ കുഞ്ഞാലിക്കുട്ടി നിങ്ങൾ ഉണ്ടാവണം. വരൂ. ഏത് കാലത്താണ് അധികാരത്തോടുള്ള ആർത്തിമൂത്ത്? നോക്കൂ, 2 തീരുമാനങ്ങൾ കേരളത്തിൽ എടുക്കുന്നത് ഒരേ ദിവസമാണ്. കോഴിക്കോട് നഗരമധ്യത്തിലെ CH മുഹമ്മദ് കോയ സെൻട്രൽ ലീഗിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ഒരു കമ്മിറ്റി നടക്കുന്നു. തിരുവനന്തപുരത്ത് CPIM ജില്ലാ കമ്മിറ്റി ആസ്ഥാനമായ കാട്ടായിക്കുളം B ശ്രീധർ സ്മാരക മന്ദിരത്തിൽ ഒരു കമ്മിറ്റി നടക്കുന്നു. രണ്ടും ഒരേ ദിവസം ഏതാണ്ട് ഒരേ നേരത്ത് തിരുവനന്തപുരത്ത് CPIM ആസ്ഥാനത്തും കോഴിക്കോട്ട് CH ആസ്ഥാനത്തും ലീഗ് ആസ്ഥാനത്തും യോഗം നടക്കുന്നു. ലീഗ് ആസ്ഥാനത്ത് ചേർന്നെടുത്ത തീരുമാനം കുഞ്ഞാലിക്കുട്ടിയെ ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ. വടികുത്തിപ്പിടിച്ച് കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ടേക്ക് വിമാനം കയറാൻ ടിക്കറ്റ് എടുക്കാൻ ബുക്ക് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് കാട്ടായിക്കുളം ഈ ശ്രീധർ സ്മാരക മന്ദിരത്തിൽ CPM ജില്ലാ കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുന്നു. അതേ ദിവസം 21-കാരിയായ ആര്യ രാജേന്ദ്രൻ കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി, തലസ്ഥാനത്തിന്റെ മേയറായി ചുമതല ഏൽപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. ആര്യമാർ അധികാരത്തിലേക്ക് വരുമ്പോഴാണ് അധികാരത്തോടുള്ള ആർത്തി തീരാനിട്ട് വരികയാണ്. നമ്മുടെ സാനു കഴുതണ മത്സരിക്കുമ്പോൾ സാനുവിന്റെ ഉപ്പ പറയായിരുന്നു, സക്കറിയ സഖാവ് പറയാണ്, സക്കറിയ സഖാവ് പണ്ട് മത്സരിച്ചപ്പോഴും ഇദ്ദേഹം മത്സരിക്കാണ്. ആര്? കുഞ്ഞാലിക്കുട്ടി. സക്കറിയ സഖാവിന്റെ മകൻ മത്സരിക്കുമ്പോഴും കുഞ്ഞാപ്പ മത്സരിക്കുകയാണ്. ഓ, എന്തോരു ഇതിനോടുള്ള ആർത്തി തരില്ല. അപ്പൊ ഞാൻ കരുതിയത് ഇത് കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമുള്ളതാണെന്നല്ല. ഇവിടെ വന്നപ്പോഴേ മനസ്സിലായത് ഇവിടെ കുടുംബത്തോടെ ഇവിടുത്തെ MLA ആർത്തിയാണ് പോലും. കുടുംബത്തോടെ എല്ലാവരും കുഞ്ഞാലിക്കുട്ടിമാരാണ്, എല്ലാവരും ഇബ്രാഹിം കുഞ്ഞുമാരാണ്. ലീഗ് വിശ്വാസമാണ് മുൻനിർത്തി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, കുടുംബവാഴ്ച ഏത് ഇസ്ലാമാണ് മുൻപോട്ട് വെച്ചത്? ഏത് ഇസ്ലാമാണ്? അഴിമതിയുടെ അന്തപുരങ്ങളെ വിളക്കുകയാണ്. ഇന്നത്തെ വാർത്ത എന്താ? ഇന്ന് ലീഗിന് ആശ്വാസമുള്ള ദിവസമാണ്. ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം കിട്ടി. അനാരോഗ്യക്കാരനാണ് കേട്ടാ, അഴിമതി നടത്താച്ചിട്ടല്ല, അനാരോഗ്യക്കാരനാണ്. കോടതി പ്രത്യേകം പറഞ്ഞു ഈ ജില്ല വിട്ടു പോകരുത്. ആരാ ഇബ്രാഹിം കുഞ്ഞ്?
ആരാ ഇബ്രാഹിം കുഞ്ഞ്? പുനർജന്മം കാത്തുകിടപ്പുണ്ട്. കൊച്ചി പട്ടണത്തിൽ ഒരു പാലം, വട്ടം പാലം അറബിക്കടലിൽ കിടക്കുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കേക്ക് മുറിക്കും പോലെയാണ് മുറിച്ചെടുത്തുകൊണ്ട് പോയത്, ഹൽവ കഷ്ണം മുറിക്കും പോലെ. നല്ല ഐക്കൂറ മീൻ വാങ്ങിയിട്ട് മുറിക്കാതെ നിന്നാല് അതിനെത്തി പാടാണ്. ഏത് ആ എല്ലിങ്ങോട്ട് മുറിച്ചു വരാൻ നല്ല കത്തി അരം പിടിക്കാതെ വെക്കാൻ പറ്റില്ല. ഒരു പാലം, ഒരു തുണ്ട് കമ്പി ഉണ്ടായിരുന്നു ലീഗ്, ഒരു തുണ്ട് കമ്പി മുഴുവൻ കൊണ്ടുപോയത്. ഞാൻ ചോദിക്കുന്നു, അവിടെ ആ പാലാരിവട്ടത്തിന്റെ അഴിമതി ഒന്നാണ്. ഞാൻ ഈ നല്ല നാടിനോട് ചോദിക്കുന്നു, ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് മുതൽ ലീഗിന്റെ സമുന്നതരായ നേതാക്കളും മന്ത്രിമാരായിരുന്നവരും വരെ ഈ കേരളത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളതിന്റെ കഥ എത്രയാണ് നിങ്ങളുടെ കൺമുമ്പിൽ? ഒന്നുമില്ലാത്തവൻ വമ്പൻ പണക്കാരായി മാറുന്നത് കണ്ടല്ലേ? എവിടെ നിന്ന് ഈ പണം? അഴിമതിയായിരുന്നില്ലേ? ഒരു വശത്ത് അഴിമതി നടത്തും, ഒരു വശത്ത് കള്ളപ്പണം പഠിപ്പിക്കും. എന്നിട്ടോ മുസൽമാന്റെയും ഇസ്ലാമിന്റെയും പേര് പറയും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയായിരുന്നോ? അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നോ? അധികാരത്തോടുള്ള ആർത്തി വിട്ടുമാറാതെ അധികാരത്തിന് ചുറ്റും ഇങ്ങനെ കടന്ന് ചുറ്റിക്കറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയം മാറുകയും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറുകയും ചെയ്യുന്നത് അറിയുന്നേയില്ല ലീഗ്. എന്റെ പ്രിയപ്പെട്ട നല്ല നാടിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നല്ല ജാഗ്രതയോടെ നമുക്ക് നിലകൊള്ളാൻ കഴിയണം. വരാനിരിക്കുന്ന കാലത്തിന്റെ രാഷ്ട്രീയം മതേതരത്വത്തിന്റെ രാഷ്ട്രീയമായിരിക്കണം. കേരളത്തെ പിടിക്കാൻ സംഘപരിവാർ ഇറങ്ങിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം തകർത്തു. ഇടതുപക്ഷം തകർന്നതിന് ശേഷം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ തകർച്ച ഉറപ്പിക്കാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇടതുപക്ഷത്തെ വേറെ മാറ്റാൻ നിൽക്കുകയാണ് സംഘപരിവാർ. സംഘപരിവാരത്തിന്റെ കണ്ണിലെ കരടായി ഇവിടെ ഇടതുപക്ഷ സർക്കാർ നിൽക്കുന്നു. ആ ഇടതുപക്ഷ സർക്കാർ ഒരു ബദലാണ്. എന്തുകൊണ്ട് ബദലാകും? ജാതിയും മതവും നോക്കിയല്ല ഇടതുപക്ഷം ഭരിക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ജനതകളെയും ചേർന്ന് നിർത്തി കേരളത്തിലെ ഇടതുപക്ഷം. ലീഗിന് അറിയില്ലത്. ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിൽക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും എന്റെ ഇടവണയിലെ ജനങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്തില്ല ലീഗെ. എന്റെ നാട്, അവിടെ ഒരു പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു വല്ലമ്മച്ചി പോവുകയാണ്. പോകുന്ന വല്യമ്മച്ചിയോട് അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അമ്മച്ചി ആർക്കാ വോട്ട് ചെയ്യുന്നേ? പോകുന്ന അമ്മച്ചി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഒരൊറ്റ നോട്ടം നോക്കി. എന്നിട്ട് ചെക്കനോട് പറഞ്ഞു, ഡാ അടുക്കളയിലെ കലം നിറയെ അരി ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോളിംഗ് ബൂത്തിലേക്ക് നടന്നു പോയി. പട്ടിണി കിടന്നോ? ഞാൻ എന്ത് ചെയ്യും? ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് ചെറുതും വലുതുമായ കടകൾ എനിക്ക് കാണാം. ഇടത്തരം കടകൾ കാണാം.
രാവിലെയാണ് അത് വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ സ്പീക്കറിലേക്ക് വിളിച്ചല്ലേ ഇത് ഞാൻ SK കൊടുക്കാം. ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളാരെങ്കിലും പട്ടിണി കിടന്നോ? ഇവിടത്തെ ഈ ചെറുകിട കടക്കാർ, ദേ ഇവിടെ ഈ ദിനത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചു ജീവിക്കുന്ന സാധാരണക്കാർ, ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടി ആ പണം കൊണ്ടാണ് പോയി വീട്ടിൽ അരി വാങ്ങുന്നത്. ഈ കടകളിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ, ഈ കടകൾ നടത്തുന്നവർ, ഈ വരുമാനം കൊണ്ടല്ലേ ഈ പാവങ്ങളെല്ലാം ജീവിക്കുന്നത്? അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കുന്നത് ഈ ചെറിയ വരുമാനം കൊണ്ടാണല്ലോ. ആ വരുമാനം നിലയ്ക്കുകയും കടകൾ അടയ്ക്കുകയും എന്നിനി തുറക്കാമെന്നറിയാതെ അനിശ്ചിതമായി ഇതെല്ലാം അടച്ചിടുകയും ചെയ്തപ്പോൾ, അനിശ്ചിതമായി തെരുവുകൾ ശൂന്യമായപ്പോൾ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു ദിവസം നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടന്നോ? എന്തേ പട്ടിണി കിടക്കാതിരുന്നു? ഈ വരുമാനം കൊണ്ടല്ലേ, ഈ വരുമാനം നിന്നുപോയല്ലേ? എന്നിന് ഈ വരുമാനം പുനരാരംഭിക്കുമെന്ന് അറിയാതെ നമ്മൾ പകച്ചു നിന്നില്ലേ? അന്ന് നിങ്ങൾ ആരെങ്കിലും പട്ടിണി കിടന്നോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ രഞ്ജിത്ത് വയനാട് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു പീടികയിൽ ഇറങ്ങി. കുഞ്ഞു പീടികയിൽ നിന്ന് കൊണ്ട് അയാൾ പറഞ്ഞു, സാർ, ഈ പീടികയാണ് എന്റെ വരുമാനം. ഈ പീടിക ഒരു ദിവസം വരുമാനമില്ലാതായി പോയാൽ അടച്ചിട്ടാൽ അന്ന് എന്റെ വീട് പട്ടിണിയാണ്. പക്ഷേ എന്നീ പീടിക തിരികെ തുറക്കാമെന്നറിയാത്ത വിധം ഈ പീടിക അനിശ്ചിതമായി അടച്ചിട്ട ദിവസങ്ങളിൽ പോലും ഞാൻ പട്ടിണി കിടന്നില്ല സാർ. ആർക്കാണ് വോട്ടെന്ന് ചോദിച്ചപ്പോൾ എന്റെ നാട്ടിലെ വല്യമ്മച്ചി അടുക്കളയിലെ അരി നിറയെ കലം നിറയെ അരിയിരിപ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ രഞ്ജിത്തിനോട് പറഞ്ഞു, പട്ടിണി കിട്ടില്ലല്ലോ സാർ, പട്ടിണി കിട്ടില്ലല്ലോ സാർ. ഞാൻ ഈ നല്ല നാടിനോട് ചോദിക്കുന്നു, ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യം ഇവിടെയും നടന്നു എന്ന് കരുതിയേക്കരുത് കേട്ടോ. ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യരുണ്ട്. പാറ്റ്ന റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ അമ്മ മരിച്ചു കിടക്കുന്നു എന്നറിയാതെ മരിച്ചു കിടക്കുന്ന അമ്മയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന പിഞ്ചു പൈതലിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹങ്കർ വാച്ചിന്റെ റിപ്പോർട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് മാത്രം ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യരുടെ എണ്ണം, കോവിഡ് വൈറസ് ബാധ കിട്ടി മരണപ്പെട്ടതുപോലെ മനുഷ്യർ പട്ടിണി കിടന്ന് ഈ രാജ്യത്ത് മരിച്ചു. കേരളത്തിന്റെ പ്രിയകരായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, സന്നദ്ധ പ്രവർത്തകരും പ്രാദേശിക ഭരണകൂടവും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഭക്ഷണം അവർ വിളിച്ചു ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതിയിരിക്കരുത്. കണ്ടാൽ കുഴപ്പമൊന്നും കാണില്ല, നല്ല വീടായിരിക്കും, ബൈക്കുണ്ടാകും, അത്യാവശ്യം ജീവിത സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ വീട് പട്ടിണിയായിരിക്കും വരുമാനമില്ലാത്തത് കൊണ്ട്. ഞാൻ പട്ടിണി കിടക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് നാവുയർത്തി അവൻ ചോദിക്കില്ല. മലയാളി അഭിമാനിയാണ്. ആവുന്നത്ര പട്ടിണിയും ബുദ്ധിമുട്ടും അവൻ മൂടിവെക്കും. അപ്പുറത്തെ ചുമലിനപ്പുറത്തുള്ളവർ പോലും അറിയാതെ മൂടിവെക്കും. കേരളത്തിന്റെ പ്രിയകരനായ മുഖ്യമന്ത്രി പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കാതിരിക്കരുത്, അങ്ങോട്ട് ചെന്ന് പട്ടിണിയില്ലാതാക്കാൻ ശ്രമിക്കണം. ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. നമുക്കിനി തൽക്കാലം APL BPL ഒന്നും വേണ്ട. ഈ നാട്ടിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും നമുക്ക് ഭക്ഷ്യക്കിറ്റുകൾ കൊടുക്കാം. ചടങ്ങ് തീർക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ 1 മാസമോ 2 മാസമോ അതും BPLകാർക്ക് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കാമായിരുന്നു പിണറായി സർക്കാരിന്. പക്ഷേ പിണറായി ഗവൺമെന്റ് തീരുമാനിച്ചത് APL BPL വേർതിരിവില്ലാതെ, കാർഡുകളുടെ നിറവ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും തുടർച്ചയായി പ്രതിമാസം മുടങ്ങാതെ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകി കേരളത്തിന്റെ ഗവൺമെന്റ്. ഇന്ത്യയിൽ ഇതുപോലെ മുടങ്ങാതെ ഭക്ഷ്യക്കിറ്റ് എത്തിക്കുന്ന വേറൊരു സംസ്ഥാനത്തിന്റെ പേര് UDF ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ? ലീഗ് പ്രതീക്ഷയർപ്പിച്ച കോൺഗ്രസ് അല്ലേ, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്.
ആ കോൺഗ്രസ് ഭരിക്കുന്ന ഈ രാജസ്ഥാനിൽ ആ കോൺഗ്രസ് ഭരിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരനുഭവം ചൂണ്ടിക്കാട്ടി തരാൻ കഴിയുമോ ഇതുപോലെ? എന്തുകൊണ്ടിത്? ഈ നഗരങ്ങളിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. പട്ടിണി പാവങ്ങളായ ഭിക്ഷാടനക്കാർ, ദേശാടനക്കാർ, തന്റെ പേര് പോലും ഓർത്തെടുക്കാൻ അറിയാത്ത മനുഷ്യർ, മനസ്സിന്റെ തന്ത്രി വിട്ടുപോയവർ, മാനസിക നില തെറ്റിപ്പോയവർ, ജഡ വളർന്ന് മുടി വളർന്ന് നാടുനീളെ ചുറ്റി നടന്നിരുന്ന ആ മനുഷ്യരെ പോലും ചേർത്ത് നിർത്തി ഒരു വോട്ടർപട്ടികയിലും പേരിലല്ലുകയവർക്ക്. അവരാർക്കും വോട്ടില്ല. പേര് പോലും അറിയാത്ത മനുഷ്യർ, പൂർവജന്മം എവിടെ എന്നറിയാത്തവർ, അവർ പോലും പട്ടിണി കിടക്കരുത് എന്ന് ഉറപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ ക്രുദ്ധനായി പറഞ്ഞു, ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്, ക്ഷുഭിതനായി പറഞ്ഞു അദ്ദേഹം, നഗരസഭകളോട്, പ്രാദേശിക ഭരണകൂടങ്ങളോട് ഈ അലഞ്ഞുതിരിയുന്ന സാധാരണക്കാർക്ക് അഭയം കൊടുക്കണമെന്ന് തീരുമാനമെടുത്തു കൊടുത്തപ്പോൾ 1-2 നഗരസഭകൾ ടെന്റ് അടിച്ചിട്ട് ടെന്റിന്റെ ഇടയിൽ പാവങ്ങളെ കിടത്തി. മുഖ്യമന്ത്രി പറഞ്ഞു, ടെന്റ് അടിച്ചു കിടത്താനുള്ളതല്ല അവർ ജീവനുള്ള മനുഷ്യരാണ്. അവരെ നല്ല അടച്ചുറപ്പുള്ള ഭവനങ്ങളിൽ താമസിപ്പിക്കണം, അടച്ചുറപ്പുള്ള ഷെൽട്ടറുകൾ കൊടുക്കണം. വോട്ടുണ്ടായിട്ടാണോ? വോട്ടിന് വേണ്ടിയാണോ? മനുഷ്യത്വമാണുലികെ, മനുഷ്യത്വം, നന്മ നിറഞ്ഞ മനുഷ്യത്വം. ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന് ഉറപ്പിച്ച മനുഷ്യത്വം. ലീഗിന് ഇത് പറയാൻ അറിയുമോ? ഈ ചരിത്രം ലീഗിന് അവകാശപ്പെടാൻ കഴിയുമോ? ലീഗിന് അവകാശപ്പെടാനാകുന്നത് അഴിമതിയുടെ കറകളാണെങ്കിൽ, കറപുരണ്ട ചരിത്രമാണെങ്കിൽ ലീഗ് ഇസ്ലാം എന്ന് പറയില്ലേ? തന്റെ മണിമാളികയിൽ കിടന്നുറങ്ങാൻ, ഇഷ്ടാനുസരണം കഴിയാൻ, സുഖ സൗകര്യങ്ങളോടെ കഴിയാൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ഈന്തപ്പന ഓല കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു ചെറിയ കുടിലിനുള്ളിൽ താമസിച്ചു. ഖലീഫ ഉമർ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുമായിരുന്നു. ഇറങ്ങി നടക്കുന്നത് തന്റെ നാട്ടിൽ തന്റെ പ്രജകളിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി. തെരുവിലൂടെ രാത്രിയിൽ വേഷപ്രചനായി ഉമർ നടന്നിരുന്നു എന്ന് ചരിത്രം. ആരും പട്ടിണി കിടക്കില്ല എന്ന് ഉറപ്പിച്ചത് ചരിത്രം. എങ്കിൽ ആ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ലോകം വറുതിയിലായപ്പോൾ തന്റെ പ്രജകൾ, ഈ നാട്ടിലെ ഒരു ഓട്ടറും ഒരു മനുഷ്യനും പോലും, ജീവജാലങ്ങൾ പോലും പട്ടിണി കിടക്കരുത് എന്ന് ഉറപ്പിച്ചു. അതാണ് ഭരണകർത്ത. പ്രതിസന്ധികളുടെ മുമ്പിൽ നെടും തൂണായി തല ഉയർത്തിരുന്നു സഖാവ് പിണറായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ പുരോഹിതന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? കാണാത്തൊരു കാണണം, അയച്ചു കൊടുക്കണം. 2 യുവമുഖനങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വേദിയിലിരിക്കുകയാണ്. അച്ഛൻ ആശംസ കൊടുക്കാണ്. അച്ഛൻ പറയാണ്, ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശമേ ഉള്ളൂ, നിങ്ങൾ ഒരു പിണറായി വിജയനാകണം. അപ്പൊ ഇവരിങ്ങനെ നോക്കാണ്. പറഞ്ഞു, സെക്രട്ടേറിയറ്റിൽ പോയിട്ട് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞേക്കരുത്. പോയി സെക്രട്ടേറിയറ്റിൽ ചാടിക്കയറി ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു, മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ കസേരക്കറി എടുക്കരുത്, അതല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ, നിങ്ങൾ സഖിയും സഖാവും, നിങ്ങൾ കുടുംബം കടന്നു പോകുമ്പോൾ വിവിധ പ്രതിസന്ധികൾ കടന്നു വരും. ആ പ്രതിസന്ധികൾ കടന്നു വന്നാൽ പതറിപ്പോവുകയല്ല, ആ പ്രതിസന്ധി അതിജീവിക്കാൻ നിങ്ങൾ ഇരുവരും പ്രാപ്തരാകണം. അതിന് പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങൾ ഒരു പിണറായി വിജയനാകണം പറയുകയാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ നിൽക്കുന്നവന്റെ പേരായി ഇന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇടതുപക്ഷം ഇതാ തല ഉയർന്നു നിൽക്കുകയാണ്. കോവിഡ് ചികിത്സ, കോവിഡ് പ്രതിരോധം, നമ്മുടെ മുഴുവൻ വീടുകളിലും കോവിഡ് പ്രതിരോധത്തിന് സർക്കാർ ചെലവഴിക്കുന്നത് എത്ര രൂപ നിങ്ങൾ അറിയണം. ഈ കെ.എം. ഷാജിയും ഇവിടത്തെ നിങ്ങളുടെ എം.എൽ.എയും ഇവിടത്തെ ലീഗുകാരനും നാക്കുയർത്തി പറഞ്ഞത് ഒരു ചില്ലിക്കാശ് ഈ ഖജനാവിലേക്ക് കൊടുക്കരുതെന്നാണ് പറഞ്ഞല്ലേ. ബഷീറിന്റെ എല്ലാ നേതൃത്വത്തിലെയും ഈ ടൗണിലിറങ്ങി, ഈ നാട്ടിലിറങ്ങി, മലപ്പുറം ജില്ലയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ആക്രിപറക്കുകയും അധ്വാനിച്ചും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഷാജിമാരും ബഷീറുമാരും പാടി നടന്നത് ഒരു ചില്ലിക്കാശ് കൊടുക്കരുതെന്നാണ്. ആ കൊടുത്ത പണമാണ് നിനക്ക് കിട്ടിയ കിറ്റ്. നിന്റെ വിശപ്പ് മാറ്റാൻ കിറ്റിലുണ്ട്. കോവിഡ് ചികിത്സയ്ക്ക് കടന്നു പോകുമ്പോൾ നിന്റെ പരിശോധനയിലുണ്ട്.
കോവിഡ് ചികിത്സാ സമയത്ത് നിനക്ക് കിട്ടുന്ന ഭക്ഷണ പൊതിയിലുണ്ടത്. ആശുപത്രി വിട്ട് വീട്ടിലെത്തിയ ഉടനെ ഫേസ്ബുക്കിൽ എഴുതി KPCCയുടെ മുൻ അധ്യക്ഷൻ VM സുധീരൻ, KK ശൈലജ ടീച്ചർക്ക് സല്യൂട്ട്. ആ KK ശൈലജ ടീച്ചറെ VM സുധീരൻ എന്ന മുൻ KPCC അധ്യക്ഷനെ അഭിനന്ദിച്ചു മനസ്സ് തുറന്നെങ്കിൽ ഇന്ന് KPCC അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ അതേ ശൈലജ ടീച്ചറെ വിളിച്ചത് നിപ്പാറാണി എന്നും കോവിഡ് രാജകുമാരി എന്നുമായിരുന്നു. അത് തെറ്റല്ലേ സാറേ, ഒന്ന് മാപ്പ് പറഞ്ഞൂടെ എന്നൊരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ പറയാണ് പുള്ളി, അപ്പോളജി മീ നത്തിങ് ഡൂയിങ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അപ്പോളജി മീ, ഞാനോ? ഞാൻ മാപ്പ് പറയണോ? ആരാണി ഞാൻ? ആരാണി ഞാൻ? ഞാൻ ആരാണ് ഞാൻ? അഹങ്കാരത്തിന്റെ അഹംബോധത്തിന്റെ പർവ്വതത്തിന്റെ മുകളിലാണ് ശ്രീ മുല്ലപ്പള്ളി നിങ്ങൾ, കോൺഗ്രസ് നിങ്ങൾ. അതുകൊണ്ടല്ലേ ഒരു സ്ത്രീയെ ഇങ്ങനെ വിളിക്കാണ് ലോകം ആദരിക്കുന്ന ഒരാളെ, ശൈലജ ടീച്ചറെ. ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, VS ശിവകുമാർ. ബിനാമി സ്വത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികളാണ് ഉണ്ടാക്കിയത്, കോടികൾ, ശതകോടികൾ. മനസ്സിലായല്ലോ? അവിടെയാണ് ലോകത്തിന്റെ ദർഗയിൽ അഭിമാനം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട പേരായി KK ശൈലജ മാറി. അപ്പോഴാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ വിളിക്കാണ്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഈ നാട്ടിൽ ഇടതുപക്ഷം ഇതെഴുതിയത് വികസനത്തിന്റെ ചരിത്രമാണ്. ഈ സ്കൂളുകളെല്ലാം ഹൈടെക് ആയില്ലേ, ആശുപത്രികൾ ഹൈടെക് ആയില്ലേ? എന്തുകൊണ്ടായി? എന്താണ് അതിന്റെ നേട്ടം? കേരളത്തിലെ 3.5-4 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് മടങ്ങി വന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഇല്ലാത്ത പണം ചിലവിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ സ്വകാര്യ പള്ളിക്കൂടങ്ങളിൽ പറഞ്ഞയച്ചിരുന്ന 4 ലക്ഷത്തോളം വരുന്ന രക്ഷകർത്താക്കൾക്ക് ആശ്വാസമായി എന്നാണ് അർത്ഥം. ലീഗാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തതെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിക്കൂടം ലാഭത്തിലേക്ക് വരുമായിരുന്നോ? സകല പള്ളിക്കൂടങ്ങളും അടച്ചുപൂട്ടിയ കാലം മാറി. പള്ളിക്കൂടങ്ങൾ അൺഎക്കണോമിക്, അനാദായകരമെന്ന് പറഞ്ഞ കേരളത്തിലെമ്പാടും അടച്ചുപൂട്ടുകയാണ് ലീഗ് ചെയ്തതെങ്കിൽ കേരളത്തിന്റെ സർക്കാർ പള്ളിക്കൂടങ്ങൾ ഹൈടെക്കായി. പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളിൽ ഇന്ന് ലോകോത്തര നിലവാരം. സർക്കാർ ആശുപത്രികൾ മികച്ചതായി. ഇപ്പോൾ സഖാവ് പിണറായിയുടെ കേരള പര്യടനം ഇതാ നിങ്ങളുടെ ജില്ലയിലും വന്നു കടന്നുപോയി. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു യാത്ര നടത്തി. ആ കേരള പര്യടനത്തിനിടയിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് മുഖ്യമന്ത്രിയായില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, കേരളീയർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാർ ചികിത്സയാണ്. മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണം. അവിടെയോ കഴുത്തറുപ്പൻ ബില്ലാണ്. ഇഷ്ടമുള്ളതുപോലെയാണ് വാങ്ങുന്നത്. ഇഷ്ടമുള്ള ദിവസങ്ങളിൽ അവർ ICUവിൽ കിടത്തും, വെന്റിലേറ്ററിൽ കിടത്തും. ഒരു നിയമവുമില്ല. കഴുത്തറുക്കാണ് സാർ. മൃതശരീരങ്ങൾ പോലും പലപ്പോഴും വിട്ടുകൊടുക്കാൻ കഴിയില്ല. മൃതശരീരം വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല, അവർ ഒരു തരത്തിലും ഒരു ബില്ലും അവർ കൃത്യമായ ഈടാക്കുന്നത് നിയമപരമല്ല. ഇത്തരം കാര്യങ്ങളെ, ഈ സ്വകാര്യ കഴുത്തറുപ്പൻ ആശുപത്രികളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാൻ നിങ്ങൾ മുഖ്യമന്ത്രിയായാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ലക്ഷ്യം വയ്ക്കുമോ? ഇതായിരുന്നു ചോദ്യം. സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരുമോ? ഇതാണ് ചോദ്യം. അതിന് പിണറായി എന്ന മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞ മറുപടി അറിയോ? അദ്ദേഹം പറഞ്ഞു, ഈ കടുത്തറുപ്പൻ സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിനേക്കാൾ സൗകര്യമുള്ള ആശുപത്രികൾ ഉണ്ടാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. എന്തിനു നാം അവിടെ പോകണം? ഇല്ലാത്ത പണം വട്ടിപ്പലിശക്കാരിൽ നിന്ന് വാങ്ങി മക്കളുടെ പ്രസവത്തിന് എന്തിനു സ്വകാര്യ ആശുപത്രിയിൽ പോകണം? അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഇവിടെ ഉണ്ടാക്കിയാൽ പോരെ. ഒരു അസുഖത്തിന് അവിടെ പോകണ്ട, ഇവിടെ തന്നെ സൗകര്യം സർക്കാർ ഉണ്ടാക്കിയാൽ പോരെ. പിന്നെ അവിടെ പോവില്ലല്ലോ, പിന്നെന്തിന് അവരെ നിയന്ത്രിക്കാൻ നിയമം? ഇതാണ് ഭരണാധികാരി. കേരളത്തിൽ ഇതാ മികവുറ്റ ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ കേരളത്തിൽ മുഴുവൻ സർക്കാർ ആശുപത്രികളും ലോകോത്തര നിലവാരത്തിലേക്ക് മാറി. സർക്കാർ സ്കൂളുകൾ മാറി.
എന്റെയും നിന്റെയും വീട്ടിൽ സൗജന്യമായ ഭക്ഷ്യക്കിറ്റ് കടന്നു വരുന്നതോടൊപ്പം ഇതാ സൗജന്യമായ അതിവേഗ ഇന്റർനെറ്റ് എത്താൻ പോകുന്നു കെ ഫോണിലൂടെ. മാറുകയാണ്. ലീഗിന് ആലോചിക്കാൻ പറ്റും ഇതൊക്കെ. ലീഗാണെങ്കിൽ ലീഗിന്റെ തറവാട്ടിലേക്ക് പണമെത്തും. ഇടതുപക്ഷം ഭരിച്ചാൽ സാധാരണക്കാരന്റെ കൈകളിലേക്ക് പണമെത്തും. ഇതാണ് ഇടതുപക്ഷവും ലീഗും തമ്മിലുള്ള വ്യത്യാസം. അവർ പാലാരിവട്ടം പാലം പണിതു, നമ്മൾ പള്ളിക്കൂടങ്ങൾ പണിതു. ഇതാണ് വ്യത്യാസം. ഇതാണ് വ്യത്യാസം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കൂ. പെൻഷൻ വാങ്ങുന്ന മനുഷ്യരുണ്ടാകും ഈ കൂട്ടത്തിൽ. 1500 രണ്ടു പേർ ഒരു വല്യപ്പനും വല്യമ്മയും വീട്ടിലുണ്ട് എങ്കിൽ കിട്ടുന്നത് 3000 രൂപയാണ് ഒരു മാസം. അതിന്റെ അർത്ഥം ഒരു ദിവസം ആ വീട്ടിൽ 100 രൂപ സർക്കാർ സഹായം എത്തുന്നു എന്നാണ്. 3000. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാട്ടിത്തരാൻ പറ്റും? ഇന്ത്യയിൽ എവിടെയെങ്കിലും? ഇത് ഏതു കാലത്താണ്? 2 പ്രളയം വന്നു. പണ്ട് AK ആന്റണി കേരളം ഭരിക്കുമ്പോൾ ഖജനാവിൽ 5 നയാ പൈസയില്ല. ഈ അടുത്ത കാലം വരെ ഈ മിമിക്രിക്കാർ ആന്റണി അനുകരിക്കുന്ന അത് വെച്ചിട്ടായിരുന്നു. 5 നയാ പൈസയില്ല, കയ്പ് കഷായം കുടിക്കണം, നാം മുതുകൊണ്ട് മുറുക്കി കൊടുക്കണം. അന്ന് പ്രളയവും ഇല്ല, നിപ്പയില്ല, കോവിഡ് ഇല്ല, ദുരന്തമില്ല, ഒന്നുമില്ല. എന്നിട്ടും പറയാണ് ഇവിടെ 5 പൈസ ഇല്ലട്ടാ. ഇതല്ലേ പറഞ്ഞേ? സർക്കാർ ജീവനക്കാർ കൊടുത്ത പെൻഷനും ആനുകൂല്യം പോലും മരവിപ്പിച്ചില്ലേ? അന്നല്ലേ സർക്കാർ ജീവനക്കാർ ഈ നാട്ടിൽ സമരം ചെയ്തേ? ഭരിക്കാൻ അറിയണം. ഇടതുപക്ഷം വന്നു. ഈ നിപ്പയും പ്രളയവും ഇതൊന്നും പോരാഞ്ഞിട്ട് മോദി സൃഷ്ടിച്ച 2 ദുരന്തങ്ങൾ വന്നു. നോട്ട് നിരോധനവും GSTയും. ഇത് പ്രകൃതിയും ഇത് രണ്ടും, ഈ നോട്ട് നിരോധനവും GSTയും സൃഷ്ടിച്ചത് മോദിയുമാണ്. ആ ദുരന്തമെല്ലാം ഉണ്ടായിട്ടും പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് പേർ ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി നിയന്ത്രിക്കുന്ന പ്രവാസ മേഖല ഇന്ന് വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നു. നിതാഖത്ത് നിയമം, അവിടുത്തെ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുന്നു. വിവിധ രാജ്യങ്ങൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് മലയാളികൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു തിരികെ യാത്ര നടത്തേണ്ടി വരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട റബ്ബറിന്റെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയനിമിത്തം. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം, നിങ്ങൾ മറന്നു പോകരുത്. ഈ കാലയളവിൽ മാത്രം, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം 18 ദിവസങ്ങളിലാണ് തുടർച്ചയായി ഇന്ധന വില വർദ്ധിച്ചത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്നത്. വിപണിയിൽ വില കുതിച്ചുയരണ്ടേ? എന്റെയും നിങ്ങളുടെയും ജീവിത ഭാരം ഉയരണ്ടേ? നമ്മൾ ബുദ്ധിമുട്ടണ്ടേ? ഈ പ്രതിസന്ധികളെല്ലാം ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ വിലയിരുത്തുന്നു. അപ്പോഴാണ് ഈ കേരളം അഭിവൃദ്ധിയുടെ സ്വർഗലോകമായി മാറുന്നത്. ഇതാ കൊച്ചിയിൽ കുണ്ടന്നൂരും അവിടെ വൈക്കിടയിലും ഇതാ വലിയ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് ഞാനും നിങ്ങളും ഇവിടെ ഇടവണ്ണയുടെ മണ്ണിൽ കണ്ടുമുട്ടുന്നത്. കേരളത്തിന്റെ മുഖാകൃതി മാറ്റിവരയ്ക്കപ്പെടുന്നു. മലയോര ഹൈവേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ 4.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരം പിടിക്കാം. കേരളം മാറാൻ പോവാണ്. ഈ മാറുന്ന കേരളത്തിന്റെ കാഴ്ച കാണണ്ടേ? എന്തൊരു അതിവേഗമാണ്! സംഘപരിവാരത്തിന്റെ മുൻപിൽ മാത്രമല്ല, RSSന്റെ വാൾത്തലപ്പിന് മുമ്പിൽ മാത്രമല്ല, ആയുധങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല, വികസനം മുൻപോട്ട് നയിക്കുന്നതിനും ഇച്ഛാശക്തിയും നെഞ്ചുറപ്പുമുണ്ടെന്ന് കാണിച്ചു പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ദേശീയ ജലപാത യാഥാർത്ഥ്യമാകുമ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഫയൽ എഴുതി തുടങ്ങിയതാണ്. അറിയുമെങ്കിൽ എന്റെ പ്രായത്തേക്കാൾ കൂടുതലുണ്ട് ദേശീയ ജലപാത എന്ന സ്വപ്നം. ഒരിക്കലും നടക്കില്ല കേട്ടോ. ചിലത് അങ്ങനെയാണല്ലോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേറൊരു ഭരണാധികാരിയാണെങ്കിൽ നടക്കോ? വേറൊരു ഗവൺമെന്റ് ആണെങ്കിൽ നടക്കോ? UDF ആണെങ്കിൽ നടക്കോ? ഗെയിൽ വേറൊരാളാണെങ്കിൽ നടക്കോ? ദേശീയപാത വികസനം വേറൊരാളാണെങ്കിൽ നടക്കോ? 10 പേരിറങ്ങി വിളിക്കുമ്പോ തിരിച്ചേറി വീട്ടിൽ പോയിരിക്കും മുന്നാണ്ടികൾ. നമുക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്. വെറുതെ അതൊക്കെ നമ്മളാ വഴിക്ക് നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കണം. എടുക്കുന്ന നിലപാട് ശരിയാണെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോകണം. അത് പാടുള്ള പണിയാണ്. തിരിച്ച് വീട്ടിൽ കയറിപ്പോകാൻ എളുപ്പമാണ്. പക്ഷെ നേരിട്ടൊക്കെ പ്രയാസമാണ്. നേരിടാൻ ഇച്ഛാശക്തി വേണം, വീക്ഷണം വേണം, രാഷ്ട്രീയം വേണം, നിലപാട് വേണം. അതുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സഖാവ് പിണറായി വിജയനും. നിലപാടുണ്ടോ? ലീഗിനുണ്ടോ?
ലീഗിന് നിലപാടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? എന്തൊരു വെല്ലുവിളിയാണ് അവിടെ KM ഷാജി എല്ലാം നടത്തിയിട്ടുള്ളത്, പി കെ ഫിറോസ് നടത്തിയിട്ടുള്ളത്. ആ നിലപാടല്ല എവിടെ മക്കളെ? ഇവിടെ എന്തൊക്കെയായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ തടവുകാരായി ഇന്ന് മാറിയില്ലേ ലീഗ്? ലീഗിന് അധികാരം വേണം, അതിനാരുമായും കൂട്ടുകൊടുക്കും. 1990 അന്ന് ജില്ലാ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ വിജയം നേടി. നിയമസഭയിലേക്കും ലോകസഭയിലേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പായി. കാരണം തൊട്ടു മുമ്പ് നടന്ന ജില്ലാ കൗൺസിലിൽ ഇടതുപക്ഷം കേരളം തൂത്തുവാരി. അധികാരം നഷ്ടപ്പെടുമെന്ന് ലീഗിന് ഉറപ്പായപ്പോൾ ഈ ലീഗും കോൺഗ്രസും BJPയും പരസ്യമായി കൈകോർത്തു. അതാണ് കേരള ചരിത്രത്തിലെ കോലീബി സഖ്യം. മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിയായി KG മാരാർ മത്സരിച്ചു, ലീഗും കോൺഗ്രസും പിന്തുണച്ചു. ബേപ്പൂർ, ഏതാണ് ബേപ്പൂർ? മാറാട് കടപ്പുറം ഉൾപ്പെടുന്ന മണ്ഡലമാണ് ബേപ്പൂർ. ആ ബേപ്പൂർ മണ്ഡലത്തിൽ മാധവൻകുട്ടി മത്സരിച്ചു, RSSകാരൻ, 916 RSSകാരൻ. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ്, ലീഗിന്റെ BJPയുടെ കോൺഗ്രസിന്റെ പൊതു സ്ഥാനാർത്ഥി. ഈ 3 മണ്ഡലങ്ങളിലും ഈ BJP സ്ഥാനാർത്ഥികൾക്ക് RSSകാർക്ക് ലീഗും കോൺഗ്രസും പിന്തുണ കൊടുത്തു, വോട്ട് നൽകും. ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും കോൺഗ്രസിന് BJP വോട്ട് ചെയ്യണം. ഇതായിരുന്നു കച്ചവടം. KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന പുസ്തകമുണ്ട്, KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലെ പാൽപോയ പരീക്ഷണം എന്ന അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ആ അവിശുദ്ധ പരീക്ഷണത്തിന്റെ കറപുരണ്ട ഏട്. ഞാൻ ചോദിക്കുന്നു ഈ നാടിനോട്, അധികാരത്തിന് വേണ്ടി ഇന്നലകളിൽ BJPയോട് കൂട്ടുകൂടാൻ മടിക്കാത്ത ലീഗ് ഇന്ന് ആദർശം പണയം വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു. ആരാണ് ജമാഅത്തെ ഇസ്ലാമി? മതരാഷ്ട്രം മുൻപോട്ട് വെക്കുന്ന, മതരാഷ്ട്രവാദം മുൻപോട്ട് വെക്കുന്ന അപകടകരമായ പപ്പേശത്തിന്റെ ഉടമകൾ. ഞാൻ ചോദിക്കുന്നു, അവർക്കെതിരായ സമരമുഖമല്ലേ ഈ നാട് തുറക്കേണ്ടത്? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എതിർക്കപ്പെടണം? എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എതിർക്കപ്പെടണം? എന്തുകൊണ്ട് അവരോട് കൂട്ടുചേരുന്ന ലീഗ് എതിർക്കപ്പെടണം? ഇങ്ങനെ ഒരു നില ഇവിടെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടി? അതാരെയാണ് ഉപകരിക്കുക? ആർക്കാണ് ഗുണം ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമിക്കോ പോപ്പുലർ ഫ്രണ്ടിനോ 10 വോട്ട് അധികം കിട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും തമ്മിൽ പരസ്യ ബാന്ധവത്തിലേക്ക് നീങ്ങുന്നു. അതിന്റെ ഗുണം ലഭിക്കുന്നത് ആർക്ക്? അതിന്റെ ഗുണം ലഭിക്കുന്നത് RSSനാണ്, BJPക്കാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. BJPക്ക് ഒരു അപരനെ ചൂണ്ടിക്കാണിക്കാൻ വേണം, ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കാൻ വേണം. ആ ശത്രുവിനെ ഇവിടെ നിർമ്മിച്ചെടുക്കുകയാണ് ലീഗ് അധികാരത്തിന് വേണ്ടി. അധികാരത്തോടുള്ള ആർത്തി വിട്ടുമാറില്ല, അധികാരത്തോടുള്ള ആർത്തി വിട്ടുമാറില്ല. അതുകൊണ്ടാണ് ഇടവണ്ണയിൽ കുടുംബം വെച്ച് അധികാരം കൊണ്ടു നടക്കുന്നത്. ഓരോരുത്തരും എന്തെല്ലാം കലാപരിപാടിയാണ്. ഒരാൾക്കാണെങ്കിൽ ഇഞ്ചി കൃഷിയാണ്, ഭയങ്കരമായ ഇഞ്ചി കൃഷി. ഇവിടെ ഈ കടയൊക്കെ നടത്തി പാടുവിട്ട് ജീവിക്കുന്നവരൊക്കെ ഇതെല്ലാം നിർത്തിയിട്ട് ഇഞ്ചി കൃഷി ചെയ്യാൻ പോകണം, ഭയങ്കര ലാഭമാണ്. ഞങ്ങൾ ഷാജിയോട് പറഞ്ഞു, DYFI ഷാജി ഒരു ക്ലാസ് എടുക്കണം ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്ക് ഇഞ്ചി കൃഷി എങ്ങനെ ലാഭകരമായി നടത്താൻ. വക്കൂൽ മിനാരം മറഞ്ഞ മുറ്റത്തുനിന്ന് ചെണ്ട കൊട്ടിക്കട തെയ്യങ്ങളാടുന്നു, ഇനിയന്റെ കിനാബും എടുത്തുകൊള്ളുക, ഇനിയന്റെ സ്വപ്നം എടുത്തുകൊള്ളുക എന്ന് പാട്ടുപാടി നടക്കാണ് ഈ കർഷക ആത്മഹത്യ നടക്കുന്ന രാജ്യത്താണ് ഇഞ്ചി കൃഷി ലാഭകരമായി കോടികൾ ഉണ്ടാക്കി പോലും. ഈ നാടിനെ കട്ടുകൊണ്ട് പോയതല്ലേ അഴിമതി നടത്തുക. എന്നിട്ട് പറയാ അഴിമതി വിമർശിക്കാൻ പാടില്ല, ജയിലിലേക്ക് പറഞ്ഞുവിടാൻ പാടില്ല. പറഞ്ഞുവിട്ടാല് അത് എന്താ പ്രശ്നം? ഇസ്ലാമിനെതിരായി യുദ്ധായി പോകും. ഇസ്ലാമിനെ മുൻനിർത്തി, മതത്തെ മുൻനിർത്തി ലീഗിന്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളി അവസാനിക്കുകയാണ്. മതത്തെ മുൻനിർത്തിയും മാധ്യമങ്ങളുടെ സഹായത്താലും രാഷ്ട്രീയത്തിൽ നോക്കുകൂലി വാങ്ങി ഭരിച്ചുകൊണ്ടിരുന്ന UDFന്റെ കാലം അവസാനിക്കുന്നു. ഇവിടെ പുതിയ കാലഘട്ടം തുറക്കുന്നു. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമല്ല, നിഷിദ്ധമല്ല എന്നും മറിച്ച് ഈ ഇടതുപക്ഷത്തിന്റെ തണലാണ് ഇന്നിന്റെ ഈ രാജ്യത്ത് നമുക്ക് കരുത്തായുള്ളതെന്ന് ഒരു നാടും ജനസമൂഹവും തിരിച്ചറിയുന്നു. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസ് പിടിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ദളിതർക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? തമിഴ്നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും ദളിതർക്ക് ക്ഷേത്രത്തിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ടോ? കോൺഗ്രസ് ഭരിച്ച കർണാടകയിൽ ദളിതർക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പക്ഷേ കേരളത്തിൽ ദളിതർക്ക് ക്ഷേത്രത്തിൽ പോകാൻ മാത്രമല്ല,
എന്റെയും നിങ്ങളുടെയും വീട്ടിൽ സൗജന്യ ഇന്റർനെറ്റും എന്റെയും നിങ്ങളുടെയും വീട്ടിൽ സൗജന്യമായ ഭക്ഷണ കിറ്റും എത്തിച്ച സർക്കാർ മാത്രമല്ലത്, അധസ്ഥിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ദളിതന് ക്ഷേത്രത്തിനകത്ത് പൂജ നടത്താനുള്ള അധികാരമുണ്ടെന്ന് ചരിത്രപരമായ വിപ്ലവകരമായ നിയമം കൊണ്ടുവന്ന സർക്കാർ കൂടിയാണ് പിണറായി സർക്കാർ. ആ പിണറായി സർക്കാരോട് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. സാധാരണക്കാരനും അധസ്ഥിതരുമായ മനുഷ്യരെ ഹൃദയത്തോട് ചേർന്ന് നിർത്തി ഈ ഗവൺമെന്റ് പാവപ്പെട്ട മനുഷ്യരെ. അപ്പോഴാണ് BJP വിളിച്ചു പറഞ്ഞത്, ചെത്തുകാരന്റെ മോൻ ചെത്താൻ പോയാൽ മതി, ചെത്തുകാരന്റെ മകൻ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. ഒരു എളുപ്പമില്ലാതെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ ഇത് വിളിച്ചു പറഞ്ഞത്? BJP ഇതല്ലേ ഈ നാടാകെ പ്രസംഗിച്ചു നടന്നത്? അമ്പലക്ഷരം ഇത് തെറ്റാണെന്ന് എന്തേ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞില്ല? ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? അത് പറയുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നാവ് ഉയർന്നില്ല? ലീഗെങ്കിലും ഒന്ന് പറയണ്ടേ ഇത് തെറ്റാണെന്ന്? മാർക്സിസ്റ്റുകാരന് നോവുന്നതാണെങ്കിൽ, മാർക്സിസ്റ്റുകാരനെതിരെ പറയുന്നതാണെങ്കിൽ എന്തും പറഞ്ഞോളൂ എന്നായിരുന്നില്ലേ? കേരളത്തിന്റെ തെരുവീഥികളിൽ ഇടതുപക്ഷ പ്രവർത്തകരെ വേട്ടയാടി. ഉത്രാടത്തെ രാത്രിയിൽ, തിരുവോണ രാത്രിയിൽ എന്റെ നാട്ടിൽ, തിരുവോണത്തിലെ ഉത്രാട രാത്രിയിൽ എന്റെ നാട്ടിൽ ഹക്ക് മുഹമ്മദ് മിഥിലാജ് എന്ന 2 ചെറുപ്പക്കാരെ കോൺഗ്രസിന്റെ കൊടുംക്രിമിനലുകൾ കൊന്നുകളയുമ്പോൾ ഇത് തെറ്റായിപ്പോയി എന്ന് പറയാൻ എന്റെ ലീഗിന്റെ നാവ് ഉയർന്നില്ല. എന്തേ ആ നിഷ്ഠൂരമായ കൊലപാതകത്തെ തള്ളി പറയാൻ BJPയും തയ്യാറായില്ല? മാർക്സിസ്റ്റുകാരെ ആക്രമിക്കുമ്പോൾ ഒരക്ഷരം പറയാൻ തയ്യാറായില്ല, BJP തയ്യാറായില്ല. കോൺഗ്രസ് ചെയ്തത് തെറ്റ്. 6 മാസം പൂർണ്ണഗർഭിണിയായ ഹക്ക് മുഹമ്മദിന്റെ ഭാര്യ നജില പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് ഉപ്പയെ ചോദിച്ച് കരയുമ്പോൾ ഞാൻ ആരെ ചൂണ്ടിക്കാണിക്കുമെന്ന് നിലവിട്ട് കരയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും അതിലേക്ക് കണ്ണു തുറക്കാൻ തയ്യാറായില്ല. നോക്കൂ, ഉത്രാട രാത്രിയിൽ അത് കഴിഞ്ഞ് സനൂപ് എന്ന DYFI പ്രവർത്തകനെ ഈ തൃശൂർ ജില്ലയിൽ RSSകാർ കൊന്നുകളഞ്ഞു. കോൺഗ്രസുകാർ കൊന്നപ്പോൾ BJPക്കാർ നിശബ്ദമായതുപോലെ RSSകാർ സനൂപിനെ കൊന്നപ്പോഴും ലീഗും കോൺഗ്രസും തള്ളി പറഞ്ഞതേയില്ല. കൊല്ലപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ എന്ന് കണ്ടത്. ഈ ക്രിസ്മസ് തലേന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വരുന്നത് ഔഫ് അബ്ദുറഹ്മാന്റെ വീട്ടിൽ നിന്നാണ്. ലീഗ് കൊണ്ടുകളഞ്ഞില്ലേ? ആലമ്പാടി ഉസ്താദിന്റെ ചെറുമകനല്ലേ? എന്തിനു ലീഗ് കൊന്നു? 6 മാസം ഗർഭിണിയാണ്. ഔഫ് അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ ആദർശം ഉറക്കെ പഠിച്ചു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ യത്തീമായ ഒരു കുട്ടിയെ മാത്രം വിവാഹം കഴിക്കൂ. ഉപ്പയില്ലാത്ത അനാഥത്വം തരുന്ന പരമദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തു, ജീവിതം കൊടുത്തു. കുറച്ചു കാലം മാത്രമാണ് അവർ ജീവിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. അവൾ 6 മാസം ഗർഭിണി. ഒറ്റ കുത്തിനെ നെഞ്ചുകൊണ്ട് കൊന്നു കളഞ്ഞില്ലേ? എന്തിനു കൊന്നു? പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ പോലും അനാഥമാക്കി. ആ ലീഗിനെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ പറയും ഇസ്ലാമിനെതിരെ പറയുന്നു. ഏത് ഇസ്ലാമാണ്? ഏത് ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചത് മറ്റൊരുത്തന്റെ ജീവൻ എടുക്കാൻ, പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ അനാഥമാക്കാൻ? ഏത് മതഗ്രന്ഥം പഠിപ്പിച്ചു നിങ്ങളെ? ഏത് സൂക്തം പഠിപ്പിച്ചു? പറയണം. ഏത് ഗ്രന്ഥം പഠിപ്പിച്ചു? ഏത് ഇസ്ലാം വിഭാവനം ചെയ്യുന്നു? ബദറും ഉഹദും ഹംദക്കും കഴിഞ്ഞ് 3 യുദ്ധങ്ങൾ കഴിഞ്ഞ് കാലം പിന്നെയും മുൻപോട്ട് പോയി. ഹുദൈബിയ സന്ധി പരാജയപ്പെട്ടതിനു ശേഷം മക്ക കീഴടക്കാൻ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു പോക്കുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മക്ക കീഴടക്കാൻ പോയി. മക്ക വിജയമുണ്ടാകുന്ന ദിവസം മക്കയിലെ എല്ലാ ശത്രു സൈന്യവും ആയുധം താഴെ വെച്ച് സേനാനായകൻ പോലും പ്രവാചകന്റെ സേനാവ്യൂഹത്തിനോടൊപ്പം കൂട്ടുചേർന്ന ഒരു ദിവസം മുഴുവൻ ആയുധവും താഴെ വെച്ച് തന്നെ ഇന്നലെ വരെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആ ക്രിമിനൽ സംഘം മുഴുവനോടെ എതിരാളികൾ ആയുധം താഴെ വെച്ചു ശത്രുസേന നിൽക്കുമ്പോൾ, കീഴടങ്ങി നിൽക്കുമ്പോൾ അവരെ നിഗ്രഹിച്ചേക്കാം, വകവരുത്തിയേക്കാം എന്ന് കരുതി സഹാബാക്കൾ ഓരോരുത്തരായി വാളുയർത്തി മുൻപോട്ട് കുതിക്കുമ്പോൾ, അല്ല,
ഈ ദിവസം കാരുണ്യത്തിന്റെ മഹാദിനമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രവാചകൻ. മുഴുവൻ പേർക്കും മാപ്പ് കൊടുത്തു പ്രവാചകൻ. എന്നിട്ട് അവിടെയാണ് ചരിത്രകാരന്മാർ അത്ഭുതാതരമോട് കുറിച്ചിട്ടത്. Never in the history was another victor who showed such love and mercy for the fallen foe. Not an house was plundered, not a woman was insulted. ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരു യുദ്ധവിജയിയും തന്റെ മുമ്പിൽ ഇതുപോലെ കീഴടങ്ങിരുന്ന ഇത്രയേറെ ക്രൂരത കാട്ടിയ എതിർ സേനയോട്, എതിരാളികളോട് ഇതുപോലെ മാപ്പ് കൊടുത്ത ചരിത്രമില്ല. അതാണ് ഇസ്ലാമിന്റെ ചരിത്രമെങ്കിൽ ആ ഇസ്ലാമിന്റെ പേരുപയോഗിച്ച് അധികാരത്തിൽ വരുന്ന ഖുർആൻ ഷരീഫ് കാണിച്ച് വോട്ട് ചോദിക്കുന്ന ലീഗ് 6 മാസം പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകിടാവിനെ, ഒരു പെൺകുട്ടിയെ, പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ അനാഥമാക്കി മാറ്റി ഒറ്റ കുത്തിന് കൊന്നു. പോലീസ് പറയാണ്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയാണ്, എന്തൊരു കുത്ത്, എന്തൊരു കഠാര, കരുതി വെച്ചിരിക്കുകയാണ് കഠാര, ഒരു പ്രത്യേകതരം കഠാര. ആ കഠാര നെഞ്ചിൻ കൂട് പുളഞ്ഞ്, ഈ നെഞ്ചിന്റെ കൂട് തുളഞ്ഞ് തകർന്ന് അകത്ത് കയറിപ്പോയി ഹൃദയത്തിലാണ് കൊണ്ടത്. എവിടെ നിന്ന് കിട്ടി ഈ പരിശീലനം? ലീഗ് മറുപടി പറയണം. ലീഗിന് ഇങ്ങനെ ആയുധ പരിശീലനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ? അതോ പോപ്പുലർ ഫ്രണ്ട് വാങ്ങിക്കൊടുത്തതാണോ ഈ കത്തിയും ആയുധവും ഈ പരിശീലനവും? പറയണ്ടേ? പരിശീലനം കിട്ടാതെ ഈ കത്തി എടുക്കാൻ കഴിയോ? ഈ കത്തി എവിടെ നിന്ന് വന്നു? പ്രത്യേകതരം കത്തി പോട്ടെ, പരിശീലനം കിട്ടാതെ ഇങ്ങനെ ഒറ്റ കുത്തിന് കൊല്ലാൻ കഴിയോ? അപ്പൊ പരിശീലനം കിട്ടിയിരിക്കുന്നു. എവിടെ നിന്ന് കിട്ടി? ലീഗ് കൊടുക്കാറുണ്ടോ? ലീഗ് പൂർണ്ണമായും തീവ്രവാദ സംഘടനയായി മാറിക്കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ മതമൗലികവാദ സങ്കല്പങ്ങളുടെ പിന്നാലെയാണ് ഇന്ന് ലീഗ്. അതുകൊണ്ട് ലീഗിൽ വിശ്വാസമർപ്പിച്ച ഏതെങ്കിലും സാധാരണക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു, അഴിമതിയുടെ അന്തഃപുരങ്ങളിൽ അഭയം കൊള്ളുന്ന, തീവ്രവാദത്തിന്റെ മടിത്തട്ടിൽ തലവച്ചുറങ്ങുന്ന ഈ ലീഗിന്റെ ബന്ധം നിങ്ങൾ ഉപേക്ഷിക്കണം. കാലം മാറുകയാണ്. ഇടവണ്ണയിൽ മനസ്സുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു ഈ നാട് പരമ്പരാഗതമായി കോണിച്ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്തിരുന്ന മനുഷ്യരിത മാറി ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇടവണ്ണയിൽ ഈ നക്ഷത്രങ്ങൾ ഉദിച്ചു വന്നത്. ഈ നക്ഷത്രങ്ങൾ ഇന്ന് ഇടവണ്ണയുടെ അധികാരത്തിലിരിക്കുന്നു. ഇവർ കാട്ടിത്തരും ഈ പഞ്ചായത്ത് എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയെന്ന് ഞാൻ ഇവരോട് പറയുന്നു. ഈ നാടിനെ സാക്ഷി നിർത്തി ഈ ജനപ്രതിനിധികളോട് പറയുന്നു, ഇനി 5 ആണ്ടുകളില് ഓരോ നിമിഷവും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഉണ്ടാകണം. ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിന്റെ മുഖാമുഖി മാറ്റിവെക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണം, ആ ഭരണത്തിന്റെ ഭാഗം ചേർന്നത് കൊണ്ട് ഓരം ചേർന്ന് ഇവിടെ ഈ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന്, അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന്, ഈ നാട്ടിൽ പാവപ്പെട്ടവന്റെ മക്കൾ പോയി പഠിക്കേണ്ട അംഗൻവാടികളുടെ വികസനത്തിന്, പാവപ്പെട്ടവന്റെ കുട്ടികൾ പഠിക്കേണ്ട പള്ളിക്കൂടങ്ങളിലെ അഭിവൃദ്ധിക്ക്, പഠനം നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് വീടുകളിൽ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, ആരും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ ഈ നാട്, ഈ ഭരണം തയ്യാറാകണം. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഒരുപാട് നിർവഹിക്കാനുണ്ട്. ഇടവണ്ണയിൽ ഈ നിങ്ങൾ കൊടുക്കേണ്ട വാഗ്ദാനം, ഇടവണ്ണയിൽ ഒരാളും പട്ടിണി കിടക്കില്ല എന്ന ഉറപ്പാണ്. ഇടവണ്ണയിൽ ഒരു സാധാരണക്കാരനും ബുദ്ധിമുട്ടില്ല എന്ന ഉറപ്പാണ്. അങ്ങനെ വിവേചനരഹിതമായി ലീഗുകാരെ മാറ്റി നിർത്തലല്ല, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും നമുക്കെതിരെ കടന്നാക്രമണം നടത്തിയ ലീഗുകാർക്ക് പോലും ഈ ഭരണം എന്നത് മനസ്സിലാകണം. ഈ ഭരണം ജനങ്ങളുടെ ഭരണമാണ്. ഇനി അധികാരം ഏറ്റെടുക്കുന്നതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഭരണകർത്താക്കളല്ല നിങ്ങൾ, മറിച്ച് ഈ നാടിന്റെ ഭരണ നേതൃത്വമാണ് നിങ്ങൾ. ഈ നാടിനെയാകെ ഭരിക്കും. ഈ നാടിനാകെ വികസനത്തിന്റെ പൊൻപസന്തം പകരും. ഒരു സംശയവും വേണ്ട. 5 ആണ്ടിനപ്പുറം ഇടവണ്ണയിൽ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടി പാറും. അപ്പോൾ ഇന്ന് നിലമ്പൂരിൽ കണ്ടതുപോലെ ലീഗിന്റെ ഒരു പ്രതിനിധി പോലും അടുത്ത ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകാതിരിക്കാൻ, അത് ഉറപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രബുദ്ധമായ ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്നേഹപൂർവ്വത്തിന് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വലിയ വിജയം സമ്മാനിച്ച് നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭയുടെ ചരിത്രം മാറിയെഴുതണം. അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങൾ രാഷ്ട്രീയത്തിന്റെ വനവാസത്തിന് അയക്കണം. ഈ നാട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം, ഹൃദയപക്ഷത്തോടൊപ്പം നിൽക്കണം.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നണികളാക്കണം. നിങ്ങൾ ഹൃദയത്തോട് ചൊട്ട് പിടിച്ച് അഭിവാദ്യം ചെയ്ത് നനുത്ത മഴയിലും ഇവിടെ കേട്ടുനിന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്ത് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ മക്കളെ അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. അഭിവാദം. നമ്മുടെ പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്ന രണ്ടുപേർ, ഒന്ന് മുനീർ കടൂര, കിഴങ്ങ മുനീർ കടൂര, രാജൻ ഓഫീസ് മുനീർ കടൂര. 7 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. മുസ്ലിം ലീഗിൽ നിന്ന് CPIM-ലേക്ക് ഹാരാപ്രം നയിക്കുന്നതിന് വേണ്ടി ജുനൈദ് പുളിക്കാൻ അടുത്തത് ഈ ചടങ്ങിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏകളരി വാർഡിൽ നിന്നും മത്സരിച്ച മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങിയ മുസ്ലിം ലീഗിന്റെ ഏകളരി വാർഡ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അനീസ് മാഷെ ക്ഷണിക്കുക. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, എടവണ്ണ പഞ്ചായത്തിൻ്റെ ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ച നല്ലവരായ നാട്ടുകാരെ, ഈ വിജയം കാലം കാത്തിരുന്ന മറുപടിയായിരുന്നു. ഓരോ കാലഘട്ടത്തിനും ശരിയും ശരികേടും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ മത്സരിച്ച ലീഗിന്റെ കപട രാഷ്ട്രീയത്തിനോടുള്ള ചുട്ട മറുപടിയാണ് എടവണ്ണയിലെ ഓരോ നല്ലവരായ വോട്ടർമാർ വോട്ട് ചെയ്ത് എടവണ്ണ പഞ്ചായത്തിന്റെ അഭിമാനമായ അഭിയെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തി വിജയിപ്പിച്ച ഈ നാട്ടുകാർക്ക് 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ ഏകളരി മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റായിട്ട് കഴിഞ്ഞ വർഷം അതേ വാർഡിൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് വിജയിച്ചു കയറിയ ലുഖ്മാൻ എന്ന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയെ കപട രാഷ്ട്രീയം കളിച്ചതുകൊണ്ട് അവിടുത്തെ നല്ലവരായ കോൺഗ്രസിന്റെ കൂടെ ചേർന്നുകൊണ്ട് 63 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് വലീദ് എന്ന പുലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നുസ്രത്ത് വലീദ് എന്ന വൈസ് പ്രസിഡന്റിനെയാണ് ഞങ്ങൾ കെട്ടിപ്പടുത്ത് പഞ്ചായത്തിലോട്ട് അയച്ചത്. എന്തിനു വേണ്ടി? പാവപ്പെട്ട ജനങ്ങളുടെ തോളോട് തോൾ ചേർന്ന് ഈ നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. കപട രാഷ്ട്രീയം കളിച്ച് എടവണ്ണ പഞ്ചായത്തിലെ ചില കുടുംബക്കാരുടെ കുത്തകയാക്കി മാറ്റുന്ന ലീഗുകാരെ ഓർമ്മിച്ചോളൂ. ഏറനാടിന്റെ മണ്ണിലോട്ട് ഞങ്ങളുടെ മുമ്പിലോട്ട് PKBയെ വിട്ടുതരൂ. ഏറനാടിന്റെ മണ്ഡലത്തിലെ MLA തീരുമാനിക്കുന്ന തുടക്കമാണ് ഇവിടെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കപട രാഷ്ട്രീയം എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഉസ്മാൻ മദനി സാഹിബിനെ ഒരു ജീവിതായുഷ്കാലം ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതമർപ്പിച്ച് മരണസമയത്ത് മരിച്ചോ എന്നറിയാൻ വന്ന മുസ്ലിം ലീഗുകാരെ ഓർത്തുവെച്ചോളൂ. നിങ്ങൾക്കുള്ള മറുപടിയാണ്, കാലത്തിന്റെ മറുപടിയാണിത്. ശരിയും ശരികേടും മത്സരിച്ചും ജയിച്ച ശരിയുടെ വശത്ത് നിന്ന നാട്ടുകാർക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എടവണ്ണ പഞ്ചായത്ത് ചില തൽപര കക്ഷികളുടെ
വൈസ് പ്രസിഡന്റ് കസേരയിൽ നിന്ന് കുഞ്ഞാപ്പു എന്ന ലീഗുകാരുടെ കപട രാഷ്ട്രീയത്തിന്റെ ചുട്ട മറുപടിയാണ് നമ്മൾ ഓരോരുത്തരും കൊടുത്തത്. ഇനി നിങ്ങൾക്ക് അവിടെ നെഞ്ചു വിരിച്ചു വരാം, ചുറുചുറുക്കോടെ ഒരു അഴിമതിയില്ലാത്ത പഞ്ചായത്ത് കെട്ടിപ്പിടിക്കാൻ ഞങ്ങളുടെ ഈ ചുണക്കുട്ടികളാണ് നിങ്ങൾ മുമ്പിലിരിക്കുന്നത്. ഓരോ വാർഡിലും കെട്ടി അൻവർ തൊട്ട് കെട്ടി നൗഷാദ് തൊട്ട് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്തു പറയുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ വളർന്ന് അതേ കിടക്കിയിൽ വിരിച്ച് കിടന്നാളുറങ്ങുന്ന നിങ്ങളുടെ ഓരോ പ്രശ്നത്തിനും നിങ്ങളുടെ അടുക്കളയിൽ വന്ന് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് നിറവേറ്റിത്തരാൻ വേണ്ടി ചങ്കുറുപ്പുള്ള ധീരതയോടെ നയിക്കുന്ന നേതാക്കളുടെ കൂടെയാണ് നിങ്ങൾ ഇന്ന് അന്തിയുറങ്ങുന്നത്. ഇനി ഇവിടെ ഒരു പാവപ്പെട്ടവനും കരയില്ല, കരയാൻ അനുവദിക്കില്ല. കുത്തക മുതലാളിമാരുടെ കുത്തക രാഷ്ട്രീയത്തിന് വെല്ലുവിളിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ കരിമരുന്ന് പ്രയോഗം നടക്കേണ്ടതുണ്ട്. അത് ഉടനെ ആരംഭിക്കും. നമ്മുടെ കരിമരുന്ന് പ്രയോഗം തുടങ്ങേണ്ടതാണ്. ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ PK മുഹമ്മദ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല. ഈ അവസരത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുശേഷം കരിമരുന്ന് പ്രയോഗവും DJ-യും എല്ലാം ഇവിടെ നടക്കാനുണ്ട്. നമ്മുടെ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആസ്വദിക്കാനുള്ള പരിപാടികളിലാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് കേരളത്തിൽ എടവണ്ണ പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ ഉയർത്തിയിരുന്ന എല്ലാ പ്രശ്നങ്ങളോടും ക്രിയാത്മകമായി പ്രതികരിക്കുകയും തങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഈ നാട്ടിലെ ജനവിരുദ്ധ ശക്തികൾക്കെതിരായി പ്രയോഗിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുള്ള എടവണ്ണ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഈ അവസരത്തിൽ ആദ്യമായി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് നിങ്ങൾ ഉയർത്തിയ കള്ളപ്രചാരവേലയുടെയും നോട്ടുകെട്ടുകളുടെയും കള്ളുകുപ്പികളുടെയും മത പ്രീണനങ്ങളുടെയും എല്ലാ പ്രചരണങ്ങളെയും തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടും ശരിയായ രാഷ്ട്രീയം കൊണ്ടും ജനപക്ഷത്ത് നിലയുറപ്പിച്ച നിലപാടുകൾ കൊണ്ടും തങ്ങളുടെ വാർഡുകളിൽ തകർത്തെറിഞ്ഞുകൊണ്ട് എടവണ്ണയുടെ പഞ്ചായത്ത് ഭരണം നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിജയശ്രീലാളിതരായി കടന്നു വന്ന എടവണ്ണ പഞ്ചായത്തിലെ മുത്തുമണികളായ 12 ജനപ്രതിനിധികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ അവസരത്തിൽ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, എടവണ്ണ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം എടവണ്ണ പഞ്ചായത്തിനകത്ത് ഈ നേട്ടം നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം എടവണ്ണയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. ആ പ്രയത്നത്തിന്റെ ഒടുവിൽ എടവണ്ണയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോ
പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരോ മാത്രമല്ല, കാലാകാലങ്ങളിലായി ഇടതുപക്ഷ വിരുദ്ധമായ ചേരികളിൽ നിലയുറപ്പിക്കുകയും പരമ്പരാഗതമായി ഇവിടെ കഴിഞ്ഞ 20 വർഷക്കാലം പഞ്ചായത്ത് ഭരണം നിയന്ത്രിച്ചിരുന്നവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന നിരവധി കുടുംബങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടവണ്ണ പഞ്ചായത്തിനകത്തെ ശരിയായ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ പരമ്പരാഗത നിലപാടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കാനും ഇവിടെ ഒരു ജനപക്ഷ പഞ്ചായത്ത് ഭരണം സ്ഥാപിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ കൂടി ഫലമാണ് ഈ ഫലം. അതുകൊണ്ട് തന്നെ അവരെ ഏവരെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാൽ മാത്രം നയിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തറവാട്ടുമുറ്റത്തു നിന്ന് ഉത്തരവുകൾ സ്വീകരിച്ചുകൊണ്ട് ആ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പഞ്ചായത്ത് ഭരണമല്ല അടുത്ത 5 വർഷക്കാലം നടക്കാൻ പോകുന്നത്. എടവണ്ണയിലെ പരശതം വരുന്ന ജനങ്ങളുടെ, എടവണ്ണയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്റെ ഓരോരുത്തരുടെയും അവരവര് പ്രതിദാനം ചെയ്യാൻ കഴിയുന്ന, അവര് നെഞ്ചുപിരിച്ച് കയറി ചെല്ലാൻ കഴിയുന്ന, അവരൊരിക്കലും സങ്കടപ്പെടേണ്ടി വരാത്ത ഒരു വോട്ട് ഞാൻ രേഖപ്പെടുത്തിയത് വൃഥാവിലായി പോയി എന്ന് അടുത്ത 5 വർഷക്കാലം ഒരിക്കലെങ്കിലും ചിന്തിക്കേണ്ടി വരാത്ത ഒരു ജനപക്ഷ പഞ്ചായത്ത് ഭരണമായിരിക്കും അടുത്ത 5 വർഷക്കാലം ഇടവണ്ണ പഞ്ചായത്തിനകത്ത് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്ന അവസരത്തിൽ നമുക്കറിയാം, ഇടവണ്ണ പഞ്ചായത്തിലെ UDF നേതൃത്വം കൊടുക്കുന്നത് ആരാണ് എന്നുള്ളത്. ഞങ്ങൾ ആ ഭരണത്തെ UDF ഭരണമെന്ന് കഴിഞ്ഞ 5 വർഷക്കാലവും വിശേഷിപ്പിച്ചിട്ടില്ല. കാരണം അതിനെ UDF ഭരണമെന്ന് വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇടവണ്ണ പഞ്ചായത്തിലെ കാലാകാലങ്ങളിൽ UDF വേണ്ടി വോട്ട് ചെയ്യുന്ന, അതിൽ വിശ്വാസമർപ്പിക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഭരണം ഇവിടെ നിലകൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് UDF ഭരണം എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ നിലനിന്നിരുന്ന ഭരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, ഒരു കുടുംബത്തിന്റെ ആധിപത്യവും അതിന് വശംവദരായി നിൽക്കുന്ന, അതിന് ഏറാൻ മൂളുന്ന ഏതാനും ഏറാൻ മൂളികളുടെയും മാത്രം ഒരു ഭരണമായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഭരണത്തെ തകർത്തെറിയുന്നതിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. അതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരിമരുന്ന് പ്രയോഗം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥയും അത്ര അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് വളരെ വിശദമായി സംസാരിക്കാതെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടവണ്ണ പഞ്ചായത്തിനകത്ത് നിലനിന്നതും കഴിഞ്ഞ 5 വർഷക്കാലമായി അതിന്റെ ഏറ്റവും ഭീമാകാരമായ രൂപം കൈക്കൊണ്ടതും ഇടവണ്ണയിലെ ജനങ്ങളുടെ രക്തമൂറ്റി കുടിച്ചുകൊണ്ടിരുന്നതുമായ ഒരു രക്തരക്ഷസ് കുടിപാർത്തിരുന്ന ഒരു വലിയ പാലമരം ഇടവണ്ണ പഞ്ചായത്തിന്റെ തിരുമുറ്റത്ത് ഞങ്ങൾ കഴിഞ്ഞ 16-ാം തീയതി വെട്ടിമുറിച്ചിട്ടിട്ടുണ്ട്. ആ പാലമരത്തിന്റെ അടിവേരറുക്കുന്നതിന് വേണ്ടി ആ പാലമരം അവിടെ അതിന്റെ കുറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ആ പാലമരത്തിന്റെ കുറ്റി എന്ന് പറയുന്നത് അടിവേരാഴ്ത്തിയിട്ടുള്ളത് ഏറനാട് നിയോജക മണ്ഡലത്തിലാണ്. ഏറനാട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പടർന്നു നിൽക്കുന്ന ആ അടിവേരിന്റെ ഓരോരോ വേരുകളായി അറുത്തെടുത്ത് അടുത്ത് നടക്കാൻ പോകുന്ന മെയ് മാസത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാലമരത്തിന്റെ കുറ്റി വിരിച്ചെടുത്ത് ഇടവണ്ണയിലെ ചാലിയാറിന്റെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്കാണ് ഇടവണ്ണയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ വരും നാളുകളിൽ കടന്നു വരാൻ പോകുന്നത്. ഒരു സെമി ഫൈനൽ പോരാട്ടത്തിലാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത്. ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞ നമ്മൾ അടുത്ത ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ വരാനിരിക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസം ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ അണിനിരക്കണമെന്നും വരും നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളിൽ
പ്രചരണത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും ഈ പഞ്ചായത്ത് ഭരണമെന്ന് പറയുന്നത് ജനങ്ങളുടെ ഭരണമാണ്. ഈ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടും അതിനെ നേർവഴിക്ക് നടത്തുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ടും നിങ്ങൾ ഉയർത്തുന്ന എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുമുള്ള ഒരു ഭരണം 5 വർഷക്കാലം ഇവിടെ തുടരുക തന്നെ ചെയ്യും. ആ ഭരണത്തിന് കൂടെ നിൽക്കാൻ എടവണ്ണയിലെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും മാത്രം വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉജ്ജ്വലമായ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. നാളെ പടിഞ്ഞാറേ ചാത്തല്ലൂരിൽ ഈ പരിപാടിയുടെ തുടർച്ചയെന്നോണം എടവണ്ണ പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടുന്ന 12 പഞ്ചായത്ത് അംഗങ്ങൾക്കുമുള്ള സ്വീകരണ പരിപാടി നടക്കുകയാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ KT ജലീലാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ പടിഞ്ഞാറേ ചാത്തല്ലൂരിൽ നടക്കുന്ന പരിപാടിയിലേക്ക് കൂടി ഈ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി പടിഞ്ഞാറേ ചാത്തല്ലൂരിലെ പരിപാടി 5 മണിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി എത്തിച്ചേരുകയും സംസാരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് കൃത്യം 5 മണിക്ക് തന്നെ മുഴുവൻ ആളുകളും പടിഞ്ഞാറേ ചാത്തല്ലൂരിൽ എത്തിച്ചേരണമെന്നാണ് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. എടവണ്ണ പഞ്ചായത്തിനകത്ത് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഈ പൊതുജനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദാസ് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഇടതുപക്ഷ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഈ കഴിഞ്ഞ 14-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ 20 വർഷക്കാലത്തിന് ശേഷം ഒരു മാറ്റമുണ്ടാകാൻ ചെയ്ത് ആ മാറ്റം അഹംപ്രദം പ്രവർത്തിച്ച ഈ ഇടവണ്ണയിൽ നല്ലവരായ വോട്ടർമാർക്ക് ഈ വിജയിച്ചു വന്ന പ്രസിഡന്റ് അടക്കം 12 വേണ്ടി കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ ടീച്ചർ പരിപാടി കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നത് നമ്മുടെ ചെയർ മാറ്റിയ ടീച്ചറോടുകൂടി ആരംഭിക്കും.
ഓടിച്ചാട്
പുറത്തിറങ്ങിയതാണ്. ആ കാര്യം ഈ പറയുന്ന ആർട്ടിസ്റ്റുകാർക്കറിയില്ല, പഴയ ആർട്ടിസ്റ്റുകാരോട് ഉപയോഗിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്കിലൂടെ തന്നെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ചെയ്യാൻ കഴിയാത്ത എന്ത് ചെയ്തു കഴിയില്ല. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറപ്പോ കണ്ടാൽ മയക്കോട്ട് എല്ലാ സംഘടനകളും വിരട്ടലും വിലപേശലും പാർട്ടിയില്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നമാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആ സൗകര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ ചുമതല ഞങ്ങൾ നിറവേറ്റി വരുന്നില്ല. Zindabad,
ആ കൊറോണ മെഷീനാ നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എന്റെ ഒരു കാലം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതാണ്. Yeah.
Thank you for watching my videos.